ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. ഇന്നത്തെ ഈ സുദിനം വളരെയധികം സുന്ദരമാക്കി തീർക്കുന്ന നമ്മളുടെ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസം കൂടിയാണിത്. ഈ നല്ലൊരു ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും വിനീതമായ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നല്ലൊരു ദിവസത്തെ നമ്മൾക്ക് വീണ്ടും വീണ്ടും ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഇതിലേക്ക് വന്നെത്തിപ്പെട്ട ഈ ബയോട്ടോറിയം ഫാമിലി കുടുംബത്തിലെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറയുന്നു. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മൗന പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഓക്കെ, എന്റെ പേര് ഗീത പ്രകാശ് എന്നാണ്. ഞാൻ എറണാകുളത്ത് നെട്ടൂരാണ് എന്റെ സ്വദേശം. ഞാൻ ഈ ബയോട്ടോറിയം കമ്പനിയിൽ വന്നിട്ട് ഒരു 3.5 വർഷം ഒക്കെ ആയി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാര്യത്തില്. കാരണം നമ്മുടെ സാഗർ ജോഷി സാറാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചത്. ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ആയിട്ട് 25 വർഷം 220 പരം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ എല്ലാവരുടെയും കയ്യിലെത്തിപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മുടെ ടോപ്പ് ലീഡറായ മനോജ് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. മനോജ് സാറ് ഒരു 10 മാസം കൊണ്ട് 1 കോടി സമ്പാദിച്ച നമ്മുടെ ഗ്രേറ്റ് മെന്ററും മോട്ടിവേഷനും നമ്മുടെ എല്ലാമായ ദൈവത്തിന് തുല്യമായ നമ്മുടെ മനോജ് സാറിന് ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷപൂർവ്വം ഓർക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും കാണാനും കേൾക്കാനും ഉള്ള അവസരം, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസരം തന്നതും നമ്മൾ ഈ കമ്പനി നമ്മുടെ ഇതിന്റെ ടോപ്പ് ലീഡേഴ്സ് ആയ മനോജ് സാറിനും സാഗർ ജോഷി സാറിനും അതുപോലെ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സന്തോഷവും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി. എന്റെ ഹസ്ബൻഡിനെ മാറി. ഷുഗർ 480 ആയിരുന്നു, അത് നോർമലായി. 140 കൂടുതൽ പിന്നെ വന്നിട്ടില്ല. അതുപോലെ പ്രഷർ നോർമലായി. അതുപോലെ ഹസ്ബൻഡിനാണെങ്കിൽ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. വെരിക്കോസ് ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അങ്ങനെ കാൽപാദത്തിൽ നീര് വരുമായിരുന്നു 1/2 മണിക്കൂർ നടന്നിട്ട് വരുമ്പോൾ. അതൊന്നും ഇല്ല, ആരോഗ്യവാനായിട്ട് നടക്കുന്നു. അങ്ങനെ ഞാനിത് എന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാനിത് ഒരുപാട് പേർക്ക് കൊടുത്തു. ആരും നെഗറ്റീവ് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ കൂടുതൽ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭാഗ്യം നമ്മുടെ കേരള ഓഫീസ് കലൂര് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പമാണ്. ഞങ്ങളിപ്പോ എല്ലാ ബുധനാഴ്ചയും അവിടെയാണ് മീറ്റിംഗ് കൂടുന്നത്. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ. ഈ കൊറോണ വന്നപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആണ് മരണനിരക്ക് കുറഞ്ഞതും കൊറോണയുടെ എല്ലാം ഒരുപാട് കുറവ് വരുന്നതും ആൾക്കാർക്ക് സന്തോഷം കിട്ടി. അത് പിന്നെയാണ് ജനങ്ങൾ ഇത് ഏറ്റെടുത്തത്. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഗ്രേറ്റ് മെന്ററും മോട്ടിവേറ്ററും വലിയൊരു ട്രെയിനറാണ് മിനീഷ് സാറാണ്. പുറമേരി സ്വദേശിയാണ്. മിനീഷ് സാറിനെ എനിക്ക് നേരത്തെ മുതലേ തുടക്കം മുതലേ അറിയാവുന്നതാണ്. നമുക്ക് മിനീഷ് സാറിനെയൊക്കെ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഒരുപാട് ഏത് ജില്ലയിലും ഹാറ്റ് സ്പോട്ടിലോ സമയത്ത് ഓടിയെത്തുന്ന ഒരു മിനീഷ് സാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്നുണ്ട്. കോഴിക്കോടൊക്കെ ഞാൻ പലവട്ടം മിനീഷ് സാറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്, എറണാകുളത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ മിനീഷ് സാറിന്റെ ക്ലാസ്. ഇന്നത്തെ ടോപ്പിക് ടീം ബിൽഡിംഗ് ആണ്. ടീം ബിൽഡിംഗ് തന്നെയല്ല, മിനീഷ് സാറിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്ലാസ് നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടാവുന്ന അവസരമാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധാപൂർവം നോട്ട് ചെയ്യുക. എല്ലാവരും ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് ഇതിനകത്തിരിക്കുക. കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാനായിട്ട് പറയുന്നില്ല. നമ്മുടെ പ്രിയങ്കനായ മിനീഷ് സാറിന് ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്തുകൊള്ളുന്നു. ഒരു കാര്യം, മിനീഷ് സാറ് ഇതില് ഡിപ്ലോമ നേടിയതാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ബയോമാഗ്നറ്റില് ഡിപ്ലോമ നേടിയ മിനീഷ് സാറിനെ വളരെയധികം ആദരപൂർവ്വം എല്ലാവരും കൂടെ
അനുവാദത്തോടെ ഞാൻ കൂടുതൽ അഭിനന്ദിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിനും പ്രവാസിയായിരുന്നു, അതിൽ നിന്നും വിട്ടിട്ട് നമ്മുടെ ഇതിലേക്ക് നമുക്ക് ഒരു നോളജ് തരാൻ വേണ്ടി ഇതിലേക്ക് സ്ഥിരം ജോലിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് വിനീത് സാർ. വിനീത് സാറിനും ഫാമിലിക്കും പ്രത്യേകം ആശംസകൾ തരുന്നു. ഓക്കെ, താങ്ക് യു. ഏതായാലും രാവിലെ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഈ വൈറ്റർ പ്രൊഡക്ഷന്റെ ഗുണം കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ആളുകളാണ്. അതില് ഗീതാ മേഡവും അതേപോലെ തന്നെ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ വന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ടീം ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പറയാൻ ഞാൻ ആളല്ല, യോഗ്യനല്ല, ഞാൻ ടീം ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നെക്കാൾ എക്സ്പീരിയൻസ് ആയ ടീം ബിൽഡ് ചെയ്തുകൊണ്ട് 25 ലക്ഷത്തിന് മുകളിൽ വരുമാനം നേടിയ ഒരുപാട് ലീഡേഴ്സ് ഇന്ന് കേരള ബയോട്ടൺ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ അവരോടുള്ള എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഒന്ന് ഷെയർ ചെയ്യാം. അതിന് മുന്നേ എനിക്ക് കുറെ ആളുകളെ കാണാൻ പറ്റുന്നില്ല. എന്റെ കണ്ണിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നിട്ടും ഫേസ് കാണുന്നില്ല. അപ്പൊ പറ്റാവുന്ന ആളുകളൊന്ന് വീഡിയോ ഓൺ ആക്കിയിരുന്നു കഴിഞ്ഞാല് അത് ആരാണെന്നും ഒരു നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കാരണം നമ്മളെപ്പോഴും ഈ വീഡിയോ ഓഫാക്കി ഇരുന്ന് ശീലിച്ചു പോയത് കൊണ്ട് എപ്പോഴും ഒരു കംഫർട്ടിൽ ഇരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ, ഡയറക്റ്റ് സെല്ലിംഗിൽ നമുക്ക് സക്സസിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ 4 പേരോട് സംസാരിക്കേണ്ട ആളുകളാണ്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പോലും നമുക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ഫേസ് കാണിക്കാൻ നമുക്ക് മടിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഫീൽഡിൽ പോകും? ഒരു വലിയ ചോദ്യമാണ്. ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ടോപ്പിക് ടീം ബിൽഡ് ചെയ്യേണ്ട രീതിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ടീം ഉണ്ടാകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേര് വേണം അല്ലെ? ഞാനും വേറൊരാളും. ഈ രണ്ടാമനോട് സംസാരിക്കാൻ മുഖത്ത് നോക്കി സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങളെ അങ്ങോട്ടേക്ക് ആരും ഒന്നും ചോദിക്കില്ല. റേഡിയോ പറയുന്ന പോലെ പറഞ്ഞു പോകാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നു, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നില്ല. മ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സംസാരിച്ചു പോകും അല്ലെ? പക്ഷെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയാണോ? നമ്മളൊരു കാര്യം പറയുമ്പോൾ 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ആളുകളെ മുന്നിലുണ്ടാവും. ഇനി അതിന് പുറമെ നമുക്ക് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ നമുക്കൊരു ടീം കിട്ടിയെന്ന് കൂട്ട്. ആ ടീമിലെ വ്യക്തികളെ നമുക്ക് പഠിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ധൈര്യം വേണ്ടേ? അപ്പൊ എന്റെ എന്താ പറയാ, ഏറ്റവും ഒരു റിക്വസ്റ്റ് ആണ്, ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് വീഡിയോ ഓൺ ആക്കി ഇരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബാക്കിയുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല സത്യം. ഈ ചാറ്റ് ബോക്സ് വീഡിയോ ഓണാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് ആ ചാറ്റ് ബോക്സിൽ ഞാനിത് കേൾക്കുന്നുണ്ട് എന്ന് ഒന്ന് ഈ സൂമിലുള്ള ലീഡേഴ്സിനെ അറിയിക്കാൻ വേണ്ടി, ഇൻക്ലൂഡിങ് അതിൽ മീ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ നല്ലതായിരിക്കും. ഞാനിത് കേൾക്കുന്നുണ്ട്. കാരണം പല കാരണങ്ങളുണ്ടാവും. പലരും കിച്ചണിലായിരിക്കും, ഇല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ഫീൽഡിലായിരിക്കും, അപ്പോയിന്റ്മെന്റ് എടുത്ത് അപ്ലൈനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ കുറെ ആളുകൾ മീ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട് ഇനി മീ എന്ന് ടൈപ്പ് ചെയ്തിട്ട ആളുകളുടെ ചോദ്യം വളരെ ആത്മാർത്ഥമായ ചോദ്യം. 100% സത്യസന്ധമായിട്ടാണോ വീഡിയോ ഓഫ് ആക്കിയിരിക്കുന്നത്? നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങൾക്കൊരു റീസൺ ഉണ്ടോ വീഡിയോ
ഓണാക്കാതിരിക്കാൻ റീസൺ ഉണ്ടോ? സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി. ഇന്നത്തെ കാര്യം പോട്ടെ, നാളെ മുതൽ ഒരാൾ ഇവിടുന്ന് എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കിയിരിക്കാൻ നമ്മൾ ശീലിക്കണം. കാരണം അതിന്റെ ഇമ്പാക്ട് വളരെ 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 വലുതാണ്. അത് ഈ വീഡിയോ ഓണാക്കിയിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള സക്സസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും നിങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലെങ്കിലും വീഡിയോ ഓണാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ അധികം പറഞ്ഞ് എന്നോട് ദേഷ്യം തോന്നണ്ട. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ സഭാകമ്പകം മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന വേദികളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ഇതിലേക്ക് വരുന്ന സമയത്ത് കണ്ടാമൃതത്തിന്റെ തൊലിക്കട്ടി ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ സന്തോഷ് പണ്ഡിറ്റ് കൊണ്ടൊക്കെ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു സന്തോഷ് പണ്ഡിറ്റ് പോലെയെങ്കിലും ആകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. കാരണം കുറെ കാലമായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, WOT എന്ന് പറയും, വാട്ട് അതേഴ്സ് തിങ്ക്. അപ്പോ ഇന്നു മുതൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേരള ബയോടെക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഞാനും ഉണ്ടാകും എന്ന്, വളരെ ലൈവായി ഞാനുണ്ടാവും എന്ന് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ കേരള ബയോടെക് കമ്മ്യൂണിറ്റി നേതൃത്വത്തിലുള്ള ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങളല്ലേ. ടീം ബിൽഡ് ചെയ്താൽ പോരാ, ടീമിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ സക്സസിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ മനോജ് സാറിനെ തന്നെ ഉദാഹരണം എടുക്കാം. മനോജ് സാർ ഒറ്റക്കാണ് ഐഡിയ അടിച്ചത് അല്ലെ. പിന്നീട് അത് എന്ത് ചെയ്തു, രണ്ടുപേരെ റെഫർ ചെയ്യുന്നു. ആ രണ്ടുപേരിലൂടെ വേറെ രണ്ടുപേരെ കാണുന്നു. ആ രണ്ടുപേരിലൂടെ വേറെ രണ്ടാൾക്കാരെ കാണുന്നു. പ്രോസസ് എന്താ നടക്കുന്നത്, ഒരു ഐഡിയ അടിക്കുന്നു, ഡയറക്റ്റ് രണ്ട് റെഫറൽ വരുന്നു. ഇത് ടീം ബിൽഡിങ്. ഈ ടീമിലൂടെ മറ്റുള്ള ആൾക്കാരെ ടീമിലേക്ക് കൊണ്ടുവന്ന് ആക്റ്റീവായി അവരെ പ്രവർത്തന സജ്ജമാക്കുന്ന സമയത്താണ് ഒരു ലൈവായിട്ടുള്ള ടീം നമുക്ക് ഉണ്ടാവും അല്ലെ. അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് മാത്രമേ വരുമാനം വരൂ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ പലർക്കും ടീം ബിൽഡ് ചെയ്യാൻ ഒരു തടസ്സമായി നിൽക്കുന്ന വെച്ചാൽ, നമ്മളൊരാളോട് പോയി പറയുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിച്ച് ആളുകൾ പറയും ഇതൊരു സ്കാമാണ്, ഇതൊരു തട്ടിപ്പാണ്, നിനക്ക് വേറെ പണിയില്ലേ. ഈ പണി ഹൗസ് വൈഫിന് പറ്റിയ പണിയാണ്, നിനക്കൊന്നും പറ്റിയ പണിയല്ല. നിങ്ങൾ ഈ ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ. ഇതൊരു പോൺസി സ്കീമാണ്. എന്ന് വെച്ചാൽ മണി ചെയിൻ പോലെ ആളുകളെ തട്ടിപ്പാക്കുന്ന സ്കീമാണ്. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം. ഇത് അങ്ങനെ ഫുൾ ടൈം ആയിട്ടൊന്നും കരിയർ എടുക്കേണ്ട. ഒരുപാട് ആളുകൾ പരാജയപ്പെട്ട പോയ മേഖലയാണ്. വെറുതെ കുടുംബം കൊഞ്ഞാട്ടയായി പോകും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് നമ്മളൊരു കൺസെപ്റ്റ് കൊണ്ട് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു അഡീഷണൽ വരുമാനം കിട്ടും. ഇത് എത്രയും പെട്ടെന്ന് ഇത് പൂട്ടിപ്പോകും. കുറച്ചു കാലം ഉണ്ടാവും, അതൊക്കെ പൂട്ടിപ്പോകും. ഇത്ര നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നീയും വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ നീയും പെട്ടോ എന്നുള്ള ചോദ്യം, ഈ ചോദ്യം കേൾക്കാത്ത ഒരാൾ പോലും ഇന്ന് ഈ സൂമിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിനക്ക് നിന്റെ പണം നഷ്ടപ്പെടും. ഈ ഒരു 5-10 റീസൺ അല്ലെ, അല്ലെങ്കിൽ 5-10 കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു പൊതുസമൂഹം നമ്മളെ പോലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളെ കാണുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഇതെങ്ങനെയല്ല എന്നുള്ളത് അല്ലെ. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഒരു ഐഡിയ അടിച്ച മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ആദ്യം സ്വന്തം കുടുംബത്തിനായിരിക്കും. രണ്ടാമത് അവരുടെ നൈബർഹുഡ്, ചുറ്റുപാടുമുള്ള അടുത്തടുത്ത വീട്ടുകളിലായിരിക്കും. പിന്നീട് സുഹൃത്തുക്കൾ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും. ഒരുപാട് പരാജയപ്പെട്ട ആളുകൾ പണ്ട് ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികളൊക്കെ ചെയ്ത് അന്ന് കയ്യിൽ കൊടുത്ത് നടന്നവൻ ഇൻസൈഡ് ആക്കി നടന്നു. 4-5 ഒരു കൊല്ലോ 2 കൊല്ലോ ഒക്കെ നടന്നു. എങ്ങും എത്താതെ വീണ്ടും പഴയ പണിക്ക് തന്നെ പോയ ഒരുപാട് ആളുകളുടെ നാടാണ് കേരളം. അതേപോലെ തന്നെ കൂടെ പഠിച്ച ആളുകൾ ഈ കൺസെപ്റ്റ് പറയുമ്പോൾ അവർ 15,000, 20,000, 30,000 രൂപ ശമ്പളത്തിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. നിനക്കൊന്നും വേറെ പണിയില്ലേ,
ഈ ഉള്ള പണിയും വിട്ടിട്ട് എന്തിനാണ് നീ പണിക്ക് പോകുന്നത്? നിനക്ക് മക്കളെ നോക്കി വീട്ടിലിരുന്നാ പോരെ? വെറുതെ ആളുകളെ പറ്റിക്കാൻ പോണോ? ഒരു വലിയൊരു സമൂഹം, ഒരു ക്രൗഡ് നിങ്ങളുടെ നേരെ എന്ത് ചെയ്യും? നിങ്ങളെ ക്രൂശിക്കാൻ വേണ്ടി വരും. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും ഭംഗി. അങ്ങനെ ക്രൂശിക്കാൻ വരുന്ന ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് ഒരു കണ്ടാമുഖത്തിന്റെ തൊലിക്കട്ടയോടുകൂടി നിങ്ങൾ ഏറ്റെടുത്ത പ്രോജക്റ്റിനെ 100% വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് 100 പേരെ കണ്ടു കഴിഞ്ഞാൽ 100 പേരെയും ജോയിൻ ചെയ്യിപ്പിക്കാനല്ല, ഞാനൊരു 1000 ആൾക്കാരെ നോ കേൾക്കാൻ വേണ്ടിയാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കണം നമ്മൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കേണ്ടത്. അതിൽ ഒരാൾ നിങ്ങളുടെ ഓക്കെ ഞാൻ റെഡിയാണ് 4800 9700 16500 തന്ന ഐഡിയ അടിക്കുന്ന സമയത്ത് ഞാൻ തോറ്റു, എനിക്ക് ഇനി ഒരാളെയും കൂടി നോ പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് വേണം അടുത്ത ആളെ കാണാൻ വേണ്ടി പോകാൻ. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ നിങ്ങളെ തളർത്താൻ ദൈവത്തിന് പോലും ആവില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ എന്റെ ടീമിലാണെങ്കിലും മറ്റുള്ള ലീഡേഴ്സിന്റെ ടീമിലുള്ള ആളുകളിലൊക്കെ നേരിടുന്ന ഒരു കോമൺ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ആണെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് മനസ്സിലാക്കിയിട്ട് ടീമിൽ പോയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇവിടെ തന്നെ ഇട്ടത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ അതിപ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധരും സാമ്പത്തിക നിരീക്ഷകരും അതേപോലെ തന്നെ സമ്പന്നരായ ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വീടെടുക്കുന്ന സമയത്ത് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി അവിടെ വീട് കെട്ടാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു പ്ലാൻ വേണം അല്ലേ? അല്ലെങ്കിൽ അവിടെ കുറ്റി അടിക്കേണ്ട കർമ്മം ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാൻ വരക്കണം. അതൊരു MBBS MD കഴിഞ്ഞ ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് വീട് കെട്ടണം ഒരു പ്ലാൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലെങ്കിൽ ഒരു ഡ്രൈവറോട് ചോദിച്ചാൽ നടക്കുമോ? ഇല്ലെങ്കിൽ ജില്ലാ കളക്ടർ അടുത്ത് പോയി ചോദിച്ചാൽ നടക്കുമോ? ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത് പോയാൽ നടക്കുമോ? ഇല്ല. അതിൽ എക്സ്പേർട്ട് ആയിരിക്കുന്ന അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അടുത്ത് പോയിട്ട് വേണം നമ്മളുടെ അഭിപ്രായം എടുക്കുക അല്ലെ? ഒരു ഇൻഡസ്ട്രി ലോകത്തിലേക്ക് വന്ന് ആ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അഭിപ്രായം എടുക്കുമ്പോൾ, ഞാൻ എന്റെ കരിയർ ആയിട്ട് ഞാൻ ഇതിനെ സ്വീകരിക്കുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രി നല്ലതാണോ ചീത്തയാണോ എന്ന് കുമാരേട്ടനോടും കണ്ണേട്ടനോടും മൂസാക്കാനോടും ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ ഇന്ന് വരെ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് കണ്ടിട്ടില്ല. നിങ്ങളെ ചുറ്റുപാട് നിങ്ങൾ വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ എടുത്ത് പോയിട്ട് ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രി വിജയിക്കാൻ പറ്റില്ല. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ടൈസ് ചെയ്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ അഭിപ്രായങ്ങൾ എടുക്കണം. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ബുക്ക് രചിച്ച സ്റ്റീഫൻ ആർ കോവെ പറയുന്ന ഒരു കോട്ടാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് എൻ ഇൻസ്പയറിംഗ് ബിസിനസ് മോഡൽ amidst the stream of corruption and scandal that has been so rife in corporate America, as you help lift others to higher levels. മറ്റുള്ളവരെ ഹയർ ലെവലിലേക്ക് ഉയർത്താൻ പറ്റുന്ന the profession rewards you. ഈ പ്രൊഫഷൻ നിങ്ങൾക്ക് റിവാർഡ് കൊണ്ടുതരും. In addition to financial benefit, ഒരു സാമ്പത്തിക നേട്ടത്തിന് ഉപരിയായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓഫേഴ്സ് എ ക്രാഷ് കോഴ്സ് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മാനുഷികമായ ബന്ധങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടിയുറപ്പിക്കാനും. സോ നീഡഡ് ഇൻ അവർ ഫേസ്ലെസ് ഡിജിറ്റൽ വേൾഡ്. ഈ മുഖം കാണാത്ത ഡിജിറ്റൽ വേൾഡിൽ മാനുഷിക മൂല്യങ്ങളെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് സ്റ്റീഫൻ ആർ കോവയുടെ കോട്ട്. തൊട്ടടുത്ത് പോൾസൺ ഫിൽസർ എന്ന് പറയുന്ന എന്താ പറയാ ഒരു വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ബുക്ക് നമ്മളെല്ലാവരും കേട്ട് കാണും. അതില് ഗോഡ് വാണ്ട്സ് യു ടു ബി റിച്ച് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയ അദ്ദേഹത്തിന്റെ കോട്ട് നിങ്ങൾക്ക് എടുത്ത് ഇവിടെ കാണാൻ പറ്റും. മോർ ദാൻ എനി അതർ ബിസിനസ്, മറ്റേതൊരു ബിസിനസിനേക്കാൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് ദ കോർ. ഒരു കാമ്പോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നോട്ട് വിത്ത് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഒരു ഉൽപ്പന്നം കൊണ്ടോ സർവീസ് കൊണ്ടോ അല്ല, ബട്ട് വിത്ത് ഹെൽപ്പിംഗ് അതർ പീപ്പിൾ ബൈ ടീച്ചിങ് ദം ഹൗ ടു സക്സീഡ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് എങ്ങനെ വിജയിക്കാൻ അവരെ പ്രാപ്തമാക്കാമെന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ട്, റിഗാർഡ്ലെസ് ഓഫ് ദർ എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ലാത്ത രീതിയിലേക്ക് എടുത്തുകൊണ്ട്, ഓർ വാട്ട് ബിസിനസ് ഓർ ഫീൽഡ് ദേ ഹാവ് ഇൻ. അവരിപ്പം നിലവിൽ എന്ത് ഫീൽഡിലാണോ എന്ത് മേഖലയിലാണോ അതൊന്നും നോക്കാതെ, അവരുടെ പ്രായം നോക്കാതെ, അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കാതെ മറ്റുള്ളവരുടെ ലൈഫിൽ സക്സസ് ആക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ലോകത്തിലുണ്ടെങ്കിൽ അതിന്റെ പേര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണെന്ന് പോൾസൺ ഫിൽസർ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായമാണോ വലുത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പരാജിതരായ ആളുകളുടെ അഭിപ്രായമാണോ വലുത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. ബോബ് പ്രോക്ടർ പറഞ്ഞിരിക്കുന്നത്, the beautiful thing about network marketing is that it is the most moral form of compensation there is.
ഏറ്റവും മോറൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ ഉള്ള ഒരു ഇൻഡസ്ട്രി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം, ഞാൻ വായിച്ച് സമയം പോകുന്നില്ല. റോബർട്ട് കിയോസാക്കിയുടെ കോട്ട് എടുത്ത് നോക്കിയാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടീച്ചേഴ്സ് ബേസിക്സ് ക്രിറ്റിക്കൽ ലൈഫ് സ്കിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലൈഫ് സ്കില്ലുകളും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന ആളുകൾക്ക് ഈ ഗ്രോത്ത് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമിയിലൂടെ എല്ലാ തരത്തിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ KBCയുടെ നേതൃത്വത്തിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ആണെങ്കിലും എല്ലാ രീതിയിലുള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾ. ഏതൊരു സാധാരണക്കാരനും വളരെ ഭംഗിയായി പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കായിരിക്കും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടാവുക. എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എവിടെ ട്രെയിനിങ് ഉണ്ടോ, അത് NDOP ആണെങ്കിലും BOP ആണെങ്കിലും RTP ആണെങ്കിലും ഒക്കെ പോയി അറ്റൻഡ് ചെയ്യുകയും ഈവൻ നിങ്ങൾ കിടക്ക വിട്ടില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം ഒരുപാട് ആളുകൾ വെറുതെ ഐഡിയ അടിച്ചിട്ട് ഞാനും ചെയ്യുന്നുണ്ട് ബയോട്ടോറിയം എന്ന് പറയും. എന്നിട്ട് മറ്റുള്ള ആൾക്കാർ വിജയിച്ചു പോകുന്ന സമയത്ത് കുറെ ആളുകൾ, എന്നെ പോലെയുള്ള കുറെ ആളുകൾ എന്ത് ചെയ്യും, അവരൊന്നും സക്സസ് ആവുന്നില്ല എന്ന് കണ്ട് എന്റെ കൂടെ വന്ന ആളുകൾ നെഗറ്റീവായി പോകും. എന്നെ തന്നെ ഉദാഹരണം പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും വിഷമം ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ടാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് അടിക്കാം. ഓക്കെ, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ എടുത്ത് കളയേണ്ട ഒരു സ്വഭാവമുണ്ട്, ഒരു ശീലമുണ്ട്, അത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. ഞാൻ ഈ കോട്ടുകളിവിടെ പറയാൻ കാരണം, നിങ്ങൾ എത്രത്തോളം ഇതിനെപ്പറ്റി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ, അതിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ അബ്ദുൽ കലാം സാറില്ല, സാറ് പോലും പറയുന്നത് കോട്ട്, ഒരു യൂത്ത് ഏജ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ഒരു ബിസിനസ് മോഡൽ എന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ന് തൊഴിലില്ലായ്മ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ശാപം, അതിന് റെസ്ക്യൂ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. മനോജ് സാർ ഇത് ഏറ്റെടുത്ത സമയത്ത് മനോജ് സാറിന്റെ വീട്ടുകാരും മനോജ് സാറിന്റെ കുടുംബക്കാരും മനോജ് സാറിന്റെ ചുറ്റുപാടുള്ള ആളുകളും, മനോജ് സാറിനെ മാറ്റി വെച്ചാൽ ഡാനി സാറാണെങ്കിലും അഭിലാഷ് സാറാണെങ്കിലും ഷാജി സാറാണെങ്കിലും ബെന്നി സാറാണെങ്കിലും ഇതിലുള്ള ഏത് ഗ്രേറ്റ് ലീഡേഴ്സ് ആണെങ്കിലും അവരൊക്കെ കേട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് മാറ്റേണ്ട ഒരു കാര്യം പ്രോക്രാസ്റ്റിനേഷൻ ആണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള വാക്ക് എന്ന് വെച്ചാൽ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം. 6 മണിന്റെ സൂമിൽ 6:15 കയറുന്നതും 5 മണിക്ക് അലാറം വെച്ചിട്ട് 5:15 വരെ സ്നൂസ് ചെയ്യുന്നതൊക്കെ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. വീട്ടിലെ കറണ്ടിന്റെ ബില്ല് 30-ാം തീയതി ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ 31-ാം തീയതി അടക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ അടിമയാണ്. നിങ്ങളുടെ മൊബൈലിന്റെ റീചാർജ് ഇന്ന് കഴിയും, അത് നാളെയാണ്, അല്ലെങ്കിൽ അത് വീണ്ടും ഇൻകമിങ് കട്ടായിട്ടാണ് നിങ്ങൾ അടക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷനിലാണ്. ഒരു BOP കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ വന്ന ആളെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് സമയമുള്ളപ്പോൾ പോകുന്നതാണെങ്കിൽ ആ സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ ഉള്ള ആളാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിവ് ആദ്യം വേണം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു A എന്ന് പറയുന്ന വ്യക്തി ജോയിൻ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു, 2 പേരെ കണ്ടെത്തി, Bയും Cയും. അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്ന് കൂടെ വരുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് തിരക്കായത് കൊണ്ടും എനിക്ക് പ്രോക്രാസ്റ്റിനേഷന്റെ അസുഖം ഉള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ വൈകിപ്പിച്ചു. ഈ B എന്ന് പറയുന്ന ആള് ഇപ്പം ഗീതാ പ്രകാശ് എന്ന് പറയുന്ന ഗീതാ മേഡത്തിന്റെ ടീമിൽ വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ മുഖാന്തരം ആ ടീം പോയി ജോയിൻ ചെയ്തു. ആരാണ് കുറ്റക്കാരൻ? ഒന്ന് ഞാനാണ് അല്ലെ, ഒബ്വിയസ്ലി ഞാനാണ്. ആ വ്യക്തി ഗീതാ പ്രകാശ് എന്ന് പറയുന്ന ഗീതാ മേഡത്തിന്റെ ടീമിൽ വളരെ ആക്റ്റീവായി വന്ന് ഒരു കൊല്ലം കൊണ്ട് 1 കോടി രൂപ വാങ്ങുന്നു. ഓക്കെ, ഇന്നൊരു കൊല്ലം കൊണ്ട് 162 കോടി വാങ്ങുന്നു. മേ ബി 1, 2, 3 കൊല്ലം കൊണ്ട് 162 കോടി വാങ്ങുന്നു കൂട്ടിക്കും. ആ വ്യക്തി കൊണ്ടുവരുന്ന ടോട്ടൽ ബിസിനസ് എന്റെ ജില്ലയിലുള്ള ഒരു 60% ആളുകളെയും അദ്ദേഹം ഐഡിയ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എവിടുന്നാ കയ്യിൽ നിന്ന് പോയത്? എന്റെ പ്രോക്രാസ്റ്റിനേഷൻ, എന്റെ നീട്ടിവെക്കുന്ന സ്വഭാവം. ആ സ്വഭാവം ഞാൻ മാറ്റാത്ത കാലത്തോളം എനിക്ക് ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ പറ്റില്ല.
ഡൗൺലൈനിലുള്ള ആളുകൾ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് ഒരു പ്രോഗ്രാമിന് വരാൻ തയ്യാറാകുമ്പോൾ നിർഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ അങ്ങനെ തന്നെ പറയാം, ഒരു ലീഡറായി ഞാൻ ആ പ്രോഗ്രാമിന് പോകാൻ മടിയായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റിയ പണിയല്ല നെറ്റ്വർക്ക് മാർക്കറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറ്റം പറഞ്ഞതല്ല, ഞാൻ എന്തിന് ഈ ബിസിനസ് ഏറ്റെടുത്തു എന്ന് എനിക്ക് ധാരണ ഇല്ലാത്തത് കൊണ്ട്, ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇഫ് യു നോ ദ വൈ യു വിൽ നോ ദ ഹൗ എന്നാണ്. ഞാൻ എന്തിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ എന്നോട് കൂടി ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്തിനാണ് ബയോട്ടോറിയം ചെയ്യുന്നത്? വൈ. ഈ വൈ പാർട്ട് പവർ ആണെങ്കിൽ മാത്രമേ ഹൗ പാർട്ട് ഉണ്ടാവൂ ലൈഫിൽ. എങ്ങനെ ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ ഇതിൽ വിജയിക്കും, ആ ഒരു ചിന്ത വരണമെങ്കിൽ ഞാൻ എന്തിന് ഈ ബിസിനസ് ഏറ്റെടുക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭീതി ആണ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്ലൈൻ ലീഡറുമായിട്ട് കൺസൾട്ട് ചെയ്ത്, ഒരു അപ്ലൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കൗൺസിലർ ആയിരിക്കണം, ഏറ്റവും നല്ലൊരു മാനേജർ ആയിരിക്കണം, ഏറ്റവും നല്ലൊരു ട്രെയിനർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നമ്മൾ പല മേഖലയിൽ നമ്മളെ വീട്ടിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മൾ ട്രെയിനറാണ്, ഒരു കൊച്ചുമക്കൾക്ക് നമ്മൾ മെന്ററാണ്. നമ്മൾ ഇതില് ചെറിയ മക്കളുടെ അച്ഛനും അമ്മമാരുണ്ടാവും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മെന്ററാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മോട്ടിവേറ്ററാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താ പറയാ ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു അച്ഛനമ്മയായിരിക്കും അല്ലെ. ഇതേ പണി ടീം ചെയ്താൽ മതി, ഒരു വലിയ സംഭവം പഠിക്കുമെന്ന് വേണ്ട. ജസ്റ്റ് നമ്മളെ കൂടെ വരുന്ന ആളുകളെ ഒന്ന് തോളത്ത് തട്ടി അടിപൊളിയാക്കാൻ ഞാനുണ്ട് കൂടെ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് റിജക്ഷൻസ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ പോയിട്ടാണല്ലോ എടുത്തില്ലെങ്കിലും എന്താ വീട്ടിലിരുന്നിട്ട് നടക്കുന്നത് ഇതല്ലേ, അവിടെ പോയിട്ട് എടുത്തില്ലെങ്കിൽ നടക്കുന്ന ഒന്നല്ലേ, ആകെ 200 രൂപയുടെ എണ്ണ അടിച്ചിട്ടുണ്ടാവും, അതല്ലേ നഷ്ടമുള്ളൂ. പക്ഷെ അയാൾ എടുത്താലോ. കഴിഞ്ഞ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞില്ല, ഞാൻ എന്നെയും കൊണ്ട് സായൻ സാറ് ഒരു വീട്ടിലേക്ക് പോയത് IBയുടെ DYSP ആയി റിട്ടയർ ചെയ്ത ഒരു മനുഷ്യന്റെ മുന്നിലേക്ക്. നമ്മൾ ഒരു ശതമാനം പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത് അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങുന്നതായിരുന്നു. പക്ഷെ സ്പോട്ടിൽ അദ്ദേഹം 16,500 രൂപ പ്രൊഡക്റ്റ് വാങ്ങി. പേടിച്ചിട്ട് പോകാതിരുന്നെങ്കിലോ. ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത് 1000 ആൾക്കാരുടെ നോ കേൾക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഫീൽഡിലേക്ക് പോകേണ്ടത്. നമ്മുടെ കൂടെ വന്ന ഒരാള് 10 വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് നോ ആണെങ്കിൽ 11ാമത്തെ വീട്ടിൽ പോകാൻ നോക്കുമ്പോ മതിയുടെ പോയത് ഇന്നത്തെ ദിവസം ശരിയില്ല എന്ന് പറയുന്ന ചിന്താഗതി ലീഡേഴ്സിന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. തന്റെ കൂടെ വന്നവന് കഴിവും കപ്പാസിറ്റിയും നമ്മളെക്കാൾ കുറവായത് കൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ കഴിവും കപ്പാസിറ്റിയും കൂട്ടിക്കൊടുക്കുന്ന തരത്തിലേക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ട്രെയിനിങ് സെഷനിലേക്ക് അവരെ കയറ്റി അവരെ മോൾഡ് ചെയ്ത് അവരൊറ്റ കിരപിടിക്കുന്ന രീതിയിൽ ആയതിനു ശേഷം മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൈവിടാൻ പാടുള്ളൂ. അതുവരെ അവരെ കൂടെ നിൽക്കണം. അത് രോഗികളെ കാണാനാണെങ്കിലും ഇനി ലീഡേഴ്സിനെ കാണാനാണെങ്കിലും ഒരു കൈ സഹായം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അവര് കൊണ്ടുവരുന്ന ഓരോ PVയും നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വൈ പാർട്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഇതൊരു ട്രെയിനിങ് ഒന്നുമല്ല. ഇനി എന്നോട് ആർക്കും ദേഷ്യം തോന്നണ്ട. കാരണം ഞാൻ എന്റെ ടീമിൽ കൊടുക്കുന്ന ഒരു സാധനം ഇപ്പൊ മനോജ് സാറിന്റെ ടോട്ടൽ KVCയിൽ ഒരു സൂം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് ഇവൻ എന്താ ഇങ്ങനെ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവരുത്. നമ്മൾ വിജയിക്കാൻ വന്ന ആളുകളാണ്, വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, നമ്മള് ഈ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനും ഇന്ന് ഈ സൂം കഴിയുമ്പോ തന്നെ ഒരു പേപ്പറിൽ വൈ ഐ ആം ഇൻ ബയോട്ടോറിയം, ഞാൻ എന്തിന് ബയോട്ടോറിയത്തിൽ. എക്സാമ്പിൾ പറയട്ടെ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ബിസിനസ് ഓടിയുണ്ട്. ഗൾഫിൽ ജോലിയാണെങ്കിൽ ഒരു 3-4 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്കത് വീട്ടാൻ പറ്റും. പക്ഷെ അത് വീട്ടുന്ന ഒരു പരിപാടി മാത്രമേ 3 വർഷം കൊണ്ട് നടക്കൂ. കാരണം കഴിഞ്ഞ 4 വർഷം ഞാൻ ഗൾഫിലാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു പവിത്രടൻ
ഒരു ഭാഗ്യം കൊണ്ട് എന്റെ അടുത്ത് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് വന്നു. ഞാനത് മനസ്സിലാക്കി മനോജ് സാറിനെ കാണുന്നു. മനോജ് സാറും ഞാനും പവിത്ര സാറും കൂടിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന് അന്ന് 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം അന്നുണ്ട്. അപ്പോ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത സമയത്ത് അതിന്റെ പ്ലാൻ പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, അദ്ദേഹം കടന്നു വന്ന ഏകദേശ വഴിയിലൂടെ തന്നെയാണ് ഞാനും കടന്നു വന്നത്. അപ്പൊ നന്നായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് കോവിഡ് വന്നതിന് മുന്നേ നോട്ട് നിരോധിച്ച സമയത്ത് എന്റെ ഒരു സ്ഥാപനം പൂട്ടി. ഞാൻ ഗൾഫിലേക്ക് പോകുന്നു. അവിടെ 4-5 ആൾക്കാർ ഞങ്ങൾ കൂടിയിട്ട് ഒരു സ്ഥാപനം എടുക്കുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു നവംബർ മാസം ഓപ്പൺ ചെയ്യുന്നു. ഡിസംബർ മാസം കോവിഡ് വരുന്നു. ആദ്യം പൂട്ടിയത് ഞങ്ങളുടെ സ്ഥാപനം. എന്ന് വെച്ചാല് എല്ലാ ഭാഗത്തും തിരിച്ചടികൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ പണിയെടുത്താൽ നടക്കും, ഇല്ലാന്നൊന്നുമില്ല. പണിയെടുത്ത് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, പരിഹാരം കിട്ടും. പക്ഷെ കടം മാത്രം കിട്ടും, സേവിങ്സ് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നെ പോലത്തെ ആളുകൾ ഇതിലുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നത്. പക്ഷെ നിങ്ങളൊരു 3 വർഷം, അറ്റ്ലീസ്റ്റ് ഒരു 1000 ദിവസം, 3 വർഷം സീരിയസ് ആയിട്ട് ഗൾഫിലുള്ളത് പോലെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പ്രോഗ്രാം. ഇത് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അത് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. ഗൾഫിലാണ് നമ്മൾ, ഏതോ ഒരാളുടെ കീഴിൽ പണിയെടുക്കുവാണ്. 12 മണിക്കൂറാണ് പണി. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡസ്ട്രിയെ കണ്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വലിയ സക്സസിലേക്ക് ഒരു 3 വർഷം കൊണ്ട് എത്താൻ പറ്റും. 1 കൊല്ലം കൊണ്ടൊന്നും പറയുന്നില്ല. മനോജ് സാറിന്റെ അദ്ദേഹത്തിന് ദൈവം ഒരുപാട് പരീക്ഷിച്ചപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, കുറച്ചും കൂടി എളുപ്പത്തിലായി കൊടുത്തു. നമുക്ക് അത്രയും പരീക്ഷണം കിട്ടാത്തത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി നീട്ടിത്തരുന്നു. ഓക്കെ, ഇങ്ങനെ കണ്ടാൽ മതി. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ പലതും 40+ ആണ്. 75 കൊല്ലം ജീവിക്കുമെങ്കിലും ഒരു 60 കൊല്ലം നമുക്ക് എന്തുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും എന്ന് കൂട്ട്. ബയോട്ടോർ ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ മരിക്കുന്നവർ ആരോഗ്യം ഉണ്ടാവും. അതവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഒരു പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഏവറേജ് മനുഷ്യന്റെ ആയുസ് ഒരു 60 വർഷം. അങ്ങനെയാണെങ്കിൽ 40 കഴിഞ്ഞ ആളുകൾക്ക് മാക്സിമം ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഇപ്പൊ ഒരു 60 വയസ്സാണെങ്കിൽ ഇനി ഒന്നുമില്ല പണിയെടുക്കാന്നുള്ള രീതിയിൽ തന്നെ കണ്ടോ, എന്നാലും കുഴപ്പമില്ല. ഇനി 50 ആണെങ്കിൽ 10 വർഷം പണിയെടുക്കാണ്ട് 10 × 365 3650 ദിവസം മാത്രം മുന്നിലുള്ളത്. അതിൽ 8 മണിക്കൂർ ഉറങ്ങാനും 8 മണിക്കൂർ മറ്റുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 1/3 മാത്രം ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു 40+ ആൾക്ക് ഏകദേശം 2000 ദിവസമുണ്ട് നമ്മുടെ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ. അപ്പൊ ഇതൊന്ന് എഴുതി കൂട്ടുക നിങ്ങൾ. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് പേപ്പർ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. എന്റെ മുന്നിൽ ഇനി ഇത്ര ദിവസം ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി സ്പീഡിൽ ഓടാൻ വേണ്ടി തോന്നും. അല്ലാതെ ഇത് വെറുതെ കളിക്കാൻ വേണ്ടി ബയോട്ടോറിയം ഞാനും എടുത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിജയിച്ചേ പറ്റൂ. നമ്മൾ തോക്കുമ്പോ നമ്മുടെ ആദ്യം ഞാൻ കാണിച്ച കുടുംബത്തിൽ നിന്ന് പരിഹാസങ്ങൾ ഉണ്ടാവും. സുഹൃത്തുക്കൾ പരിഹസിക്കും, നാട്ടുകാർ പരിഹസിക്കും, പണ്ട് തോറ്റവും വീണ്ടും പരിഹസിക്കും. ഒരു ഉളുപ്പുമില്ലാണ്ട് കണ്ട ഓവാളത്തിനുള്ളൊക്കെ ഇരുന്ന് കഞ്ചാവ് പഠിക്കുന്ന ആളുകൾ നമ്മളെ നോക്കി ചിരിക്കും. ആ ചിരിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, നിന്ന് കൊടുക്കരുത്. നമുക്ക് വിജയിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത് പറഞ്ഞത്. കാരണം നമ്മൾ വിജയിക്കും എന്ന് 100% ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കാൻ. വിജയിക്കാൻ വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന 10 വർഷം കഴിഞ്ഞാൽ മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ കൊടുക്കാൻ പോകുന്ന ബോണസ് ഇപ്പൊ കൊടുക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഉള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് 10 രൂപക്ക് മുകളിൽ PV മേച്ചിങ് സമയത്ത് വരുമാനം കൊടുക്കാത്ത കമ്പനികളുള്ള ഇന്ത്യയിൽ ബൂസ്റ്റർ ബോണസ് 40 രൂപ 40 പൈസയും, ഫാമിലി ബോണസ് 59 രൂപ 40 പൈസയും, അവയർനെസ് ബോണസ് 8 രൂപ 50 പൈസയും, റീപർച്ചേസ് ബോണസ് 630 രൂപയും ഒരു PVക്ക് മേച്ചിങ് സമയത്തും ഇപ്പൊ മേച്ച് ചെയ്യാതെ ബൂസ്റ്റർ ബോണസും കൊടുക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെങ്കിലും നമുക്കൊരു എന്ത് ചെയ്യണം, ഒരു കോൺഫിഡൻസ് വേണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ ഒറ്റ ഫോർമുലയേ ഉള്ളൂ. അതിന്റെ പേര് I=N² എന്നാണ്. ഇൻകം അല്ലെങ്കിൽ ഇമ്പാക്ട്. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്പർ ഓഫ് ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ഇതേപോലെ ജീനിയസ് ടീമിലും അതേപോലെ വിന്നർ ടീമിലും എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നോ അതാണ് നമ്മുടെ വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന സമയത്ത് കുറച്ച് സ്കില്ലുണ്ട്, ഞാൻ ഓടിച്ചു പോവാ. ഒന്ന്, ആളുകളെ കണ്ടെത്താനുള്ള ഒരു കഴിവ്, ആളുകളെ ക്ഷണിക്കാനുള്ള കഴിവ്, ആളുകളെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള കഴിവ്, ആളുകളെ ഫോളോ അപ്പ് ചെയ്യാനുള്ള കഴിവ്, ഫോളോ അപ്പ് ചെയ്ത ആളുകളെ ക്ലോസ് ചെയ്യാനുള്ള കഴിവ്, ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന കസ്റ്റമറെയോ അല്ലെങ്കിൽ മറ്റേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ്.
പ്രൊമോട്ട് ചെയ്യാൻ എല്ലാ ഇവന്റുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള കഴിവ്. ഈ 7 സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. ഇതിന് വിദ്യാഭ്യാസം വേണ്ട, പ്രായം പ്രശ്നമല്ല, ആണാണോ പെണ്ണാണോ എന്നുള്ള പ്രശ്നമില്ല, നിങ്ങളുടെ ജാതി മതം ഒന്നും വിഷയമല്ല, നിങ്ങളുടെ രാഷ്ട്രീയം വിഷയമല്ല. ഏതൊരു സാധാരണക്കാർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഈ 7 സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിനു വേണ്ടി ട്രെയിനിങ്ങുകൾ മനോജ് സാർ എല്ലാ ജില്ലകളിലും ഓൾറെഡി നടത്തി വരുന്നുണ്ട്. രണ്ടാമത് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ 7 സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്താൽ മതി. ടീമിൽ കസ്റ്റമറെ എന്ത് ചെയ്യുക, അക്വയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1-to-1 ഹോം മീറ്റിംഗ്, BOP സെന്ററുകൾ, വെൽനസ് പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാം ഒക്കെ വെക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ കിട്ടും അല്ലെ. ഈ കസ്റ്റമറെ ഓൺബോർഡിങ് ചെയ്ത് കസ്റ്റമറെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിനാണ് നമുക്ക് അപ്ലൈ ലീഡേഴ്സ്. നമ്മൾ കൂടെ വന്ന ആളുകൾക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ജസ്റ്റ് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറയാൻ പറ്റുന്ന അപ്ലയൻസിനെ കൂടെ കൂട്ടിയാൽ മതി. ഈ കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് NDOP-യിലേക്ക് അവരെ കൊണ്ടുവരിക. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഈ KBC-യിലില്ലേ? നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് ആളെ ഒന്ന് എത്തിച്ചാൽ മതി. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം. അവരെ കോർ റാങ്കിങ്ങിലേക്ക് മാറ്റുക. നമുക്ക് ഓരോരുത്തർക്കും കോർ ഉണ്ടായിരിക്കണം. 440 രൂപ നമ്മുടെ ക്രൈറ്റീരിയ ബോണസ് വാങ്ങിയ ആളെ എന്റെ കൂടെ ഒരാളെ ജോയിൻ ചെയ്തിട്ട് അയാൾ ക്രൈറ്റീരിയ ബോണസ് ആക്കി അയാളെ ഞാൻ തമ്മിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, കോർ. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരു 5 ലക്ഷം കിട്ടിയിട്ട് കോർ ഉണ്ടാക്കാന്ന് വിചാരിക്കരുത്. തുടക്കത്തിലേ ഉണ്ടാക്കിയോ. എന്നിട്ട് അടുത്ത ആള് ജോയിൻ ചെയ്യുമ്പോൾ അയാളെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമ്പോൾ അയാൾ അതിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഒരു പരിഗണന കിട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അദ്ദേഹം നമ്മളെ കൂടെ നിൽക്കും. ഇവന്റ് പ്രൊമോഷൻ സിസ്റ്റം, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. 7ാമത്തത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സിസ്റ്റം ഓൾറെഡി കേരള ബയോട്ടോൺ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു കമ്പനി ഇപ്പൊ നിലനിൽക്കുന്നത്. നമുക്ക് എങ്ങനെ ആളുകളെ സെറ്റ് ചെയ്യാം, എങ്ങനെ എന്ത് ചെയ്യും, ഇതിന് പറയാൻ ലീഡ് ജനറേഷൻ എന്ന് പറയും. ലീഡ് ഒരു ലീഡാണ്. ഇപ്പൊ എന്നെ വിളിച്ച ഒരാൾ പറയുന്നു, എന്റെ കൂടെ വന്ന ഒരാൾ, എന്റെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിയ ഒരാൾ പറയാണ്, എന്റെ അളിയൻ അവിടെ ഉണ്ട്, അവൻ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ജോലിയൊന്നും ഇല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയി സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ബിസിനസ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഡാണ്. ഇനി ടെക്നിക്കൽ വാക്കുകൾ കേട്ടൊന്നും ആരും ചെയ്യണ്ട, കൺഫ്യൂഷൻ ആകണ്ട. ഈ ലീഡ് ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1-to-1 ഹോം മീറ്റിംഗ്, വെൽനസ് പ്രോഗ്രാമുകൾ, BOP-കളൊക്കെ നടത്തുന്നത്. അതിന് പുറമെ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അതേപോലെ ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലീഡിനെ കണ്ടെത്താൻ പറ്റും. ആ ലീഡിനെ ക്വാളിഫിക്കേഷൻ ചെയ്യാം. അവർക്ക് അവരുടെ ബജറ്റിനെ കുറിച്ചും അവരുടെ അതോറിറ്റി, അവരുടെ നീഡ്, അവരുടെ ടൈം ലൈൻ, ഇതൊക്കെ അവരെ പറഞ്ഞ് ബോധിപ്പിച്ചെടുത്തിട്ട് നമ്മളെ കൂടെ എന്ത് ചെയ്യണം, ബിസിനസ് ചെയ്യിപ്പിക്കാൻ പറ്റണം. എ ലീഡ് ഈസ് എ പ്രോസ്പെക്ട്. നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് നാളെ നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാം, നാളെ എന്റെ കൂടെ ബിസിനസ് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു പ്രോസ്പെക്ട്. അദ്ദേഹത്തിന് അതൊരു കസ്റ്റമർ ആയിരിക്കാം. സം ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ബിക്കമിങ് എ കസ്റ്റമർ. കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് 1ാമത്തെ പണി. സ്പീഡ് പോകുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. നോട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നോട്ട് ചെയ്യുക. അങ്ങനെ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ നോട്ട് ചെയ്യുക. അവരെന്തിനാണ് നമ്മളെ കൂടെ വരുന്നത്, അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് പകരം അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള, പിന്നീട് അവർക്ക് ഓഫറുകൾ കൊടുക്കുക, അവർക്ക് മെസ്സേജ് കൊടുക്കുക, അവരുടെ കണ്ടന്റ് കൊടുക്കുക, അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മെല്ലെ മെല്ലെ അവരെന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പറയാം. ടെക്നിക്കൽ വാക്കുകൾ ഹോട്ട് ലീഡ്, വാം ലീഡ്, കോൾഡ് ലീഡ് ഒക്കെ പറയുമെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊരാളുടെ വീട്ടിലും അടുക്കള വരെ കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ ലിസ്റ്റപ്പെട്ട ആളുകൾ ലീഡ് ആയിരിക്കും. ഈ ഹോട്ട് ലീഡ് ആളുകൾ മിക്കവാറും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാവണമെന്നില്ല. അവർ പക്ഷെ നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് എടുക്കും. ക്ലിയർ. പിന്നീട് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മേ ബി അവർ നമുക്ക് ബിസിനസ് തരും, തരാതിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഈസി ആയിട്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് കണ്ടെത്താൻ പറ്റണം. ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഹോട്ട് ലീഡ് ഏറ്റവും അടുത്ത എന്ത് ചെയ്യുക, ഫാമിലി, ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകളുടെ പേരെഴുതി വെക്കുക. പുതിയ ആളുകളടുത്താണ്. പഴയ ആളുകൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മുന്നേ വന്ന് നമ്മുടെ കൂടെ ബിസിനസ് ചെയ്ത് പല കാരണം കൊണ്ട് നിർത്തിപ്പോയ ആളുകൾ ഉണ്ടാവും. അവർ നമ്മുടെ ഏജ്ഡ് ലീഡ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ 2 ആഴ്ച 3 ആഴ്ച മുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ നിർത്തിപ്പോയ ആളുകളെ എന്ത് ചെയ്യുക, എൻഗേജ്മെന്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ലിസ്റ്റ് ചെയ്തിട്ട് അപ്ലൈൻ ലീഡറെ കൂട്ടി പോവാം.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പക്ഷെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നില്ല. മേ ബി പല കാരണങ്ങൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ വീട്ടിലെ കുട്ടി. അപ്പൊ ഏറ്റവും വിശ്വസ്തരായ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ ഹോട്ട് ലീഡ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കണം, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കണം. അവരെ എളുപ്പത്തിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അവിടെ പോയി നിങ്ങൾ ഒറ്റയ്ക്ക് ബിസിനസ് പറയരുത്. നിങ്ങൾ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ സംസാരിക്കാൻ കഴിവുള്ള ഒരു അപ്ലൈനെ കൂട്ടി പോയാൽ അദ്ദേഹം സെയിൽ ക്ലോസ് ചെയ്ത് തരും. ഓക്കെ. രണ്ടാമത്തത് വാം ലീഡ് എന്ന് പറയും. വാം ലീഡ് എന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം അറിയാം, പക്ഷെ അത്രത്തോളം അടുപ്പമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. നിങ്ങളുടെ ഫോൺ കോൺടാക്ട് എടുത്തു കഴിഞ്ഞാലുണ്ടാവും, നിങ്ങളുടെ ഫേസ്ബുക്ക് ഇതിലുണ്ടാവും, നിങ്ങളുടെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ പറയുന്നത് കേൾക്കും, ഒരുപക്ഷെ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ വരാതിരിക്കാം, പക്ഷെ നമ്മൾ പറയണം. അങ്ങനെ പരസ്പരം അറിയാവുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് വേറൊരു ബുക്ക് തന്നെ എഴുതിക്കോ. 3 ബുക്ക് വായിച്ചോ. 100 പേജിന്റെ 3 ബുക്കിന് ആകെ 60 രൂപയേ വരൂ. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റ് ചെയ്തോ. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രായോഗികമായിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മൂന്നാമത്, നമുക്കറിയാത്ത ആളുകൾ. In a material marketing context, a cold lead is a potential customer or recruit who has not shown any prior interest or interaction with your product or the opportunity. ഒരുപക്ഷെ ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും, നമ്മളെ കോണ്ടാക്ട്സിൽ ഇല്ലാത്ത വ്യക്തി, പക്ഷെ നമ്മൾ മറ്റുള്ളവർ മുഖാന്തരം പരിചയപ്പെടുന്ന വ്യക്തിയായിരിക്കും, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോകുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹമായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിറാക്കിളായിട്ട് റിസൾട്ട് തരുന്ന വ്യക്തി. എ സ്ട്രേഞ്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം അവരെ പരസ്പരം അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒരൊറ്റ റൂളേ ഉള്ളൂ, KLT, നോ യുവർ കസ്റ്റമർ. അടുത്തത്, സംസാരിച്ച് അവരുടെ ഇഷ്ടം നേടിയെടുക്കുക, ലൈക്ക്. മൂന്നാമത്, ട്രസ്റ്റ്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, ആ സമയത്ത് ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, നിങ്ങളുടെ ഒരു ഡൗൺ ലൈൻ കൂട്ടി പോകല്ലേ ചെയ്യുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യത്തെ വിസിറ്റിൽ നമ്മൾ തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നു. അദ്ദേഹത്തിന് എതിരഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നും പറയാതെ അദ്ദേഹത്തിന് ഇഷ്ടം നേടിയെടുത്തതിനു ശേഷം നമ്മൾ അവരുടെ ഒരു വൈബ് മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. നമ്മുടെ സംസാരത്തിൽ അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം തോന്നി, അവർക്ക് നമ്മളോട് ഒരു വിശ്വാസം വരുന്ന സമയം ചിലപ്പോൾ ആദ്യത്തെ വിസിറ്റ് ആയിരിക്കണമെന്നില്ല, രണ്ടാമത്തെ വിസിറ്റ് ആവണമെന്നില്ല, മൂന്നാമത്തെ വിസിറ്റ് ആവണമെന്നില്ല. അത് ചിലപ്പോൾ 4ഓ 5ഓ വിസിറ്റ് കഴിയുമ്പോഴായിരിക്കും ഒരു സ്ട്രേഞ്ചർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുക. അതുകൊണ്ടാണ് ഫോളോ അപ്പിന് പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 4ഓ 5ഓ വിസിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ തമ്മിൽ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയ ഡിസ്ട്രിബ്യൂട്ടറെക്കാളും അടുപ്പവും സ്നേഹവും ഒക്കെ ചിലപ്പോൾ ഈ മൂന്നാമത്തെ കക്ഷിക്കായിരിക്കും. അങ്ങനെ അവർ നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവരാണ് ഒരു വലിയ വിജയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ വിട്ടുകളയരുത്. ഒരു പ്രിജുഡിസ് മൈൻഡ് സെറ്റോട് കൂടി ഒരാളെയും കാണരുത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, അദ്ദേഹത്തിന് പണമില്ല, അദ്ദേഹത്തിന് വീടില്ല, അദ്ദേഹത്തിന് വണ്ടിയില്ല, അദ്ദേഹത്തിന് കാറില്ല എന്നുള്ള ഒരു കുറവുകളും കാണാതെ മനുഷ്യനായി കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ മാൻ വിത്ത് എ പ്രോബ്ലം എന്നാണ്. ഈ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളിൽ 99% ആളുകളും എന്തോ പ്രശ്നം കൊണ്ടാണ് ഇത് ഏറ്റെടുത്തത്. ഒന്നുകിൽ ആരോഗ്യ പ്രശ്നം, ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം. ഇത് തന്നെയാണ് പുറത്തുള്ള ആളുകളുടെ അവസ്ഥയും. നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ദ മാൻ വിത്ത് എ പ്രോബ്ലം. അവര് ഒരു പ്രോബ്ലം ഉള്ള ഒരാളെ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. അതിനാണ് ഈ പ്രോസ്പെക്ട് എന്ന് പറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ടീമൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പലരും ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ചെറിയ, ഇപ്പൊ ഞാൻ വടകരക്കാരുടെ ഈ വടകരക്കുള്ളിലുള്ള സ്ഥലത്ത് മാത്രം ടീം ബിൽഡ് ചെയ്യുന്നു. അതിന് പകരം എന്ത് ചെയ്യുക, ഔട്ട് സിറ്റി എക്സ്പാൻഷൻ. നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുള്ള മേഖലകളിലേക്ക്, പുറത്ത് നമ്മുടെ പഞ്ചായത്തിന് പുറത്ത്, നമ്മുടെ താലൂക്കിന് പുറത്ത്, നമ്മുടെ ജില്ലക്ക് പുറത്തേക്ക് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള മാനസികമായ വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ് ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. എപ്പോഴും ബിഗർ വിഷൻ നീഡ്സ് ബിഗർ ജിയോഗ്രാഫി. വലിയ വിഷനൊക്കെ ഉള്ള ആളുകൾക്ക് പല പല മേഖലകളിലേക്ക് ബിസിനസ് ഉണ്ടാവും. നമ്മൾ ആരെ നോക്കിയാലും, ലുലു ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും അദാനി ആണെങ്കിലും ആരാണെങ്കിലും പല പല മേഖലയിൽ ട്രഡീഷണലി ബിസിനസ് ചെയ്തുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. മനോജ് സാറിനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ടീമുകളുണ്ട് അല്ലെ. അതേപോലെ ഇതിലുള്ള പല ലീഡേഴ്സിനും പല ജില്ലകളിലും ടീമുകളുണ്ട്. അപ്പൊ അത് അവർ ചിന്തിച്ചത് കൊണ്ടാണ് അല്ലെ അവർക്ക് ടീം വന്നത്.
നമുക്ക് അതുപോലെ ചിന്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത്ര സമയം ഞാൻ പറഞ്ഞത് പുതിയ ആളുകളാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലുള്ള ടീമൊക്കെ ബിൽഡ് ചെയ്ത് വലിയ രീതിയിൽ വരുമാനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവർ ചിന്തിക്കണം, ഓരോ ടൗൺ ടു ടൗൺ നമുക്ക് ടീം ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ഔട്ട് സിറ്റി ബിസിനസ് എക്സ്പാൻഷൻ? എങ്ങനെയാണ് ഒരു പുറത്തുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷൻ മറ്റുള്ള സിറ്റികളിലേക്ക് വ്യാപിപ്പിക്കുക കഴിഞ്ഞാൽ ഗ്രോയിങ് യുവർ ബിസിനസ് ബിയോണ്ട് യുവർ കറണ്ട് സിറ്റി. നമ്മുടെ നിലവിലുള്ള ടൗണിൽ നിന്നും പുറത്തേക്ക് എന്ത് ചെയ്യണം? ബിസിനസിനെ വ്യാപിപ്പിക്കുക. ബിൽഡിംഗ് ടീംസ്, കസ്റ്റമേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഇൻ ന്യൂ ലൊക്കേഷൻ. പുതിയ പുതിയ ലൊക്കേഷനിലേക്ക് കസ്റ്റമേഴ്സിനെയും ലീഡേഴ്സിനെയും എന്ത് ചെയ്യുക? ടീമിനെ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. നമുക്ക് വടകര, ഞാനിപ്പോ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ എനിക്ക് വയനാട് ജില്ലയിൽ നിന്ന് എത്ര വരുമാനം കിട്ടണം, കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര വരുമാനം കിട്ടണം, ആലപ്പുഴയിൽ നിന്ന് എത്ര കിട്ടണം, കൊല്ലത്ത് നിന്ന് എത്ര കിട്ടണം, ട്രിവാൻഡ്രത്ത് എത്ര കിട്ടണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റണം. ഒരു ചെറിയ മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനെ മാറ്റി വെക്കാൻ പറ്റണം. അതിന് പകരം എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. എക്സ്പാൻഷൻ ഈസ് ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാൽ ബിഗ്ഗർ മാർക്കറ്റ്, നമ്മൾ മാർക്കറ്റ് വലുതാകും തോറും നമ്മുടെ കൈ കിട്ടിയത് അവസരമാണ്, ഒരു ബിസിനസ് അവസരമാണ്. ഇതിന്റെ ഫ്രാഞ്ചൈസികളാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത്. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ആ സമയത്ത് ബിഗ്ഗർ മാർക്കറ്റ് ആണെങ്കിൽ ബിഗ്ഗർ ഓപ്പർച്യൂണിറ്റി, ലെസ് സാച്ചുറേഷൻ കമ്പയർഡ് ടു ലോക്കൽ മാർക്കറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ള ലോക്കൽ ചെറിയ ഈ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് കളിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. പുതിയ പുതിയ നെറ്റ്വർക്കേഴ്സുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാവണം. പുതിയ പുതിയ ലീഡേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള സമയം ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കണം. ഇതിന് വേണ്ടത് ആകെ ഒരു കാര്യമാണ്, ഒരൊറ്റ മൈൻഡ് സെറ്റ്. അതിന് പറയാ ഔട്ട് സിറ്റി ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു കസ്റ്റമർ ആണ് എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നും ഞാനൊരു ലീഡർ ആണ്, ഞാനൊരു വിൽപ്പനക്കാരനല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ഇപ്പൊ പലരുടെയും പ്രശ്നം ഈ പ്രൊഡക്റ്റ് വെക്കുക, ഫാമിലി വോൺസ് അടിക്കുക എന്നുള്ളതാണ്. അത് വേണമെന്നല്ല, അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ടീമിന്റെ ലീഡർ ഞാനാണ് എന്ന ലീഡർഷിപ്പ് ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഫോക്കസ് ഓൺ സിസ്റ്റം, നോട്ട് പേഴ്സണൽ എഫേർട്ട്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, കഴുത പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്ന ഒരു സ്വഭാവം മാറ്റി ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. എന്റെ കൂടെ വന്ന ആളെ ഞാൻ ഐഡിയ അടിക്കാനും പിന്നെടുക്കാനും പഠിപ്പിക്കുന്നു. അതാണല്ലോ ആദ്യത്തെ കടമ്പ. രണ്ടാമത് ആ ടീമിലേക്ക് ഹോം മീറ്റിംഗുകൾ എടുക്കാനും BOP എടുക്കാനും ആളുകളെ പഠിപ്പിക്കുക. അവരെ എന്ത് ചെയ്യുക? നന്നായിട്ട് നമ്മളെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഈ കൊളാബറേഷൻ നടക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് ഇല്ലെങ്കിൽ കൊളാബറേഷൻ ഉണ്ടാവില്ല. അപ്പൊ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഈ ചെയ്യുക എന്നുള്ളതിൽ നിന്നും ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ മാറണം. ഷിഫ്റ്റ് ഫ്രം ഡൂയിങ് ടു ബിൽഡിംഗ് എന്ന് പറയാം. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? പല സ്ഥലത്തും പോയിട്ട് മരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല ടീമിനെ. നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടീമിൽ NDOP നടക്കണം, ടീമിൽ RTPകൾ നടത്തണം, ടീമിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തണം. അപ്പൊ മാത്രമേ ബിൽഡ് ചെയ്യപ്പെടൂ. അപ്പൊ ഈ പോയി പണിയെടുത്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മള് പോകുന്നു, അവരുടെ കൂടെ പോകുന്നു, ഓടുന്നു, ഇത് ആ ഒരു രീതിക്ക് പകരം അവരെ കൊണ്ടൊരു ടീം ബിൽഡ് ചെയ്യുന്ന തരത്തിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് വേണ്ടി സാധിക്കണം. ഇപ്പൊ ചെറുതായിട്ട് നിങ്ങൾ നോക്കിയാൽ ഇത് കോഴിക്കോട് ജില്ലയുടെ മാപ്പാണ്. നിങ്ങൾ ഗൂഗിൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 14 ജില്ലയുടെ മാപ്പ് കിട്ടും. ഈ 14 ജില്ലയുടെ മാപ്പും പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ എവിടെയൊക്കെ എനിക്ക് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാത്ത മേഖല ഉണ്ടാവും അല്ലെ? ആ മേഖലയിലേക്ക് ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടാൻ നമ്മൾ വെറുതെ സഞ്ചരിക്കുക. ടിപ്പാണ്, വെറുതെ സഞ്ചരിക്കുക. ഇപ്പൊ ആയഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം അവിടെ മാപ്പ് കാണുന്നു. അവിടെ എനിക്ക് ടീമില്ലാന്ന് കൂട്ടി. ഞാൻ അവിടെ ആയഞ്ചേരി പോയി ചായ കുടിക്കുന്നു. ഇന്ന് ചായ കുടിക്കുന്നു, നാളെയും ചായ കുടിക്കുന്നു, മറ്റന്നാൾ ചായ. ഓക്കെ. അപ്പൊ ആ 3 ദിവസം നമ്മൾ അവിടുന്ന് കറങ്ങുന്ന സമയത്ത് നമുക്കൊരു 10 പേരെ പരിചയപ്പെടാൻ പറ്റും. ഈ 10 പേരിൽ ഒരാൾ നെറ്റ്വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കും. ഇല്ലെങ്കിൽ അയാൾ പറയും പണ്ട് ഇവരെ ആർമി ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെ പോയാലും കേൾക്കും ഒരു ആർമിക്കാരനെ കിട്ടും. ഇല്ലെങ്കിൽ ഒരു മോഡി കെയർ ചെയ്ത് നിർത്തിയാളെ കിട്ടും, ഒരു ആംബേ ചെയ്ത് നിർത്തിയാളെ കിട്ടും. ഇല്ലെങ്കിൽ ഇനിയിപ്പോ മണി ചേഞ്ച് ചെയ്ത് നിർത്തിയാളെ കിട്ടും, ആയുർ ചെയ്ത് നിർത്തിയാളെ കിട്ടും. എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഉള്ളിൽ അവന്റെ ബ്ലഡിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. നിങ്ങൾ അത് നോക്കിയാൽ മതി. നിങ്ങൾ അവരെ എന്ത് ചെയ്യണ്ട, അവിടെ പോയി സുവിശേഷം പറഞ്ഞ് അവരെ നന്നാക്കാൻ നോക്കണ്ട. നിങ്ങൾ അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി അന്ന് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞ് അവരെ ഇന്ന് നല്ലൊരു കൺസെപ്റ്റ് ആണ്, ലീഗലാണ്, എത്തിക്കലാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൂടെ നിർത്താൻ പറ്റിയാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും, നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ആ ഒരു ഏറ്റിട്ടുണ്ട് വേണം ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് ചായ കുടിക്കുന്നു, ഒരാളെ പരിചയപ്പെടുന്നു, ആ ആള് മുഖാന്തരം വേറൊരാളെ പരിചയപ്പെടുന്നു. അപ്പൊ ആ ടൗണിൽ എനിക്കൊരു ടീമായി. ആ ടീമിലേക്ക് ഞാൻ BOP NDOP
എന്റെ ലീഡേഴ്സിന് സഹായത്തോടെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു BOP സെന്ററുകൾ ഉണ്ടാവുന്നു. അത് മെല്ലെ 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 എക്സ്പാൻഡ് ചെയ്യുന്നു. ഇപ്പൊ മിനിമേടൊക്കെ അവിടെ കോട്ടയം ജില്ലകളിലൊക്കെ പല സ്ഥലത്തും ട്രെയിനിങ് സെന്ററുകളായിട്ട് തന്നെ ഓപ്പൺ ചെയ്തു. നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇൻക്ലൂഡിങ് മീ, നമ്മൾ ആരും ചെയ്യുന്നില്ല. അങ്ങനെ അവരവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ജില്ലയുടെ മേപ്പെടുക്കുന്നു. എവിടെയൊക്കെ എനിക്ക് സ്വാധീനമുണ്ട് അല്ലെ? ഇപ്പൊ ഇലക്ഷൻ ആണ്. നമ്മളിപ്പോ എന്താ നോക്കുന്നത്? എന്റെ വാർഡിൽ അല്ലെങ്കിൽ എന്റെ നിയോജക മണ്ഡലത്തിൽ എത്ര വീട്ടിൽ എനിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യും, അത് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ലേ? പക്ഷെ നമ്മൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിനെപ്പറ്റി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കർണാടക, കാസർഗോഡ് ഡിസ്ട്രിക്ട് എടുക്കുന്നു, അതേപോലെ പാലക്കാട് എടുക്കുന്നു. നമ്മൾ ഇങ്ങനെ ഓരോ ജില്ലയിലും ഓരോ ടൗൺഷിപ്പ് എടുത്ത് ആ ടൗണിലൊക്കെ ടീമുകൾ ഉള്ളതായിട്ടും ടീമുകൾ ഉണ്ടാക്കുന്നതായിട്ടും കാണുക. ഗുഡ് ലീഡേഴ്സ് ഗ്രോ ലോക്കലി. നല്ല ലീഡേഴ്സ് ലോക്കലായിട്ട് വളരും എന്ന് വെച്ചാൽ ഒരു 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം ഒക്കെ കിട്ടും. ഗ്രേറ്റ് ലീഡേഴ്സ് ബിൽഡ് സിസ്റ്റംസ് ദാറ്റ് ഗ്രോ എവരിവെയർ. നിങ്ങൾ ഗ്രേറ്റ് ആവാൻ ആഗ്രഹിക്കുക. ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറയാം. ഗുഡ് ലീഡേഴ്സ് ആവണോ ഗ്രേറ്റ് ലീഡേഴ്സ് ആവണോ എന്നുള്ളത് അവനവനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗുഡും ഗ്രേറ്റും ആവാൻ പറ്റും. ഗ്രേറ്റ് ലീഡേഴ്സ് ബിൽഡ് സിസ്റ്റംസ്. അവർ സിസ്റ്റം ബിൽഡ് ചെയ്യും. ദാറ്റ് ഗ്രോ എവരിവെയർ. എല്ലാ ഭാഗത്തേക്കും അത് വളരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി പിടിക്കുക. ആക്ഷൻ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ഈ നെക്സ്റ്റ് 30 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ മിനിമം 2 സിറ്റിയിൽ ഐഡന്റിഫൈ ചെയ്യുക. അവിടെ പോയാൽ എന്നെ കൊണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു 10-60 കിലോമീറ്ററിനുള്ളിലുള്ള 2 സിറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് തന്നെ ലോക്ക് ചെയ്യുക. കണക്ട് വിത്ത് 3 പൊട്ടൻഷ്യൽ ലീഡേഴ്സ് പെർ സിറ്റി. ഓരോ സിറ്റിയിലുമുള്ള മിനിമം 3 ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. അവിടെ പോയി അന്വേഷിച്ചാൽ മതി. സ്റ്റാർട്ട് വീക്ക്ലി ഓൺലൈൻ ട്രെയിനിങ്. നമ്മൾ എന്ത് ചെയ്യുക? രാവിലെ 6 മണിക്ക് സൂം ലിങ്ക് ഇട്ട് ഇതിലേക്ക് കയറ്റുക. വൈകുന്നേരം ബുധനാഴ്ച ഞായറാഴ്ച ഉള്ള ഓൺലൈൻ ലിങ്ക് എന്ത് ചെയ്യുക? അവർക്ക് കൊടുത്തിട്ട് അവരെ അതിലേക്ക് കയറ്റുക. എളുപ്പ വഴിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ബിൽഡ് വൺ സ്ട്രോങ് ലോക്കൽ കോർ ടീം. എന്ത് ചെയ്യുക വെച്ചാൽ ആ ലോക്കലായിട്ടുള്ള അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോർ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ആഴ്ചയും അതിന്റെ പ്രോഗ്രസ് എന്ത് ചെയ്യണം? നമ്മൾ അനലൈസ് ചെയ്യാം. ആ ഏരിയയിലുള്ള നമ്മുടെ പ്രോഗ്രസ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ഒരു ടൗണിൽ എന്ത് ചെയ്യും? നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ടൗണിലും കാലെടുത്ത് വെക്കുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എക്സ്പാൻഡിങ് ടു ഫാസ്റ്റ് വിത്തൗട്ട് സിസ്റ്റം. ആവേശത്തിന്റെ പുറത്ത് ചാടി കയറി ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ ടീം ഉണ്ടാക്കാൻ തുടങ്ങും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. വിഡിത്തം എത്രയോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവിടെ പ്രൊഡക്റ്റ് പോയി എന്നല്ലാതെ അവിടെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്ത് അത് ഡ്രോപ്പ് ആയി പോയി. വെച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് ആദ്യം എന്ത് ചെയ്യുക? ആവേശമല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്. ഡിപ്പെൻഡിങ് 1 person on 1 person ഓൺലി. അവിടെയുള്ള ഇപ്പൊ എനിക്കൊരു എറണാകുളത്ത് ഒരു ഗീതാ പ്രകാശ് എന്ന് പറയുന്ന ഒരാളെ കിട്ടി. ഇപ്പൊ MC ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. മറ്റൊരാൾക്ക് വിളിച്ചിട്ട് ക്ഷീണം വേണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുക ഈ ഗീതാ മേഡത്തിനെ വെച്ച് മാത്രം എറണാകുളത്ത് ഒരു ടീം ബിൽഡ് ചെയ്താൽ മതി. ഇതാണ് പലരുടെയും പ്രശ്നം. ആ ടൗണിൽ ഗീതാ മേഡത്തിനെ പോലത്തെ ഒരു 10 പേരെ നമ്മൾ കണ്ടെത്തണം. ആ സമയത്താണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എനിക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മൾ വന്ന ആളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു രീതിയിലേക്ക് കണ്ടോണ്ടിരിക്കുകയാണ്. ഇഗ്നോറിങ് ട്രെയിനിങ് ആൻഡ് ഫോളോ അപ്പ്. ഈ ട്രെയിനിങ് ഫോളോ അപ്പ് എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക. മതി, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അവിടെ 2 പേരാണെങ്കിൽ അവിടെ പോയി ട്രെയിനിങ് കൊടുക്കണം. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ബിസി ആകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരുന്ന സമയത്ത് ചിലപ്പം വിട്ടു. ഇന്നലെ പുഷ്കർ സാർ എന്നെ വിളിച്ചു. സെയിലില്ലാത്തതുകൊണ്ടാണോ എന്നെ വിളിക്കാത്തത് എന്നോട് ചോദിച്ചു. എന്റെ തെറ്റാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മനഃപൂർവ്വം നമ്മുടെ കയ്യിൽ എപ്പോഴും ഇൻഡെക്സ് ഉണ്ടായിരിക്കണം. ആ ഇൻഡെക്സിൽ നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ എന്തെങ്കിലും കാരണത്തിൽ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂ ഉണ്ട്, ചിലപ്പോൾ വിളിക്കാൻ പോയിട്ടോ. മാർച്ച് മാസമാണ്, ഭയങ്കര ടൈറ്റായിരിക്കും പലർക്കും. ഒന്നാമത് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്താണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റെടുക്കുക. ആവലാതി വേവലാതിയുള്ള ആളുകളായിരിക്കും ഇതിൽ 99%. അപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മളെ വിളിക്കാനോ നമുക്ക് അവരെ വിളിക്കാനോ ചിലപ്പോൾ വിട്ടുപോകും. കാരണം മാനേജറിന്റെ കോള് വരും അല്ലെ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും ചിലപ്പോൾ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ എന്ത് വെച്ചാൽ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നോക്കിയിട്ട് ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരും. നമ്മുടെ അപ്ലൈനെയും അതേപോലെ ഡൗൺലൈനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ എന്ത് ചെയ്യുക? അവിടെ വന്ന് ഒരു ഫാമിലി ബോണസ് വാങ്ങിക്കഴിഞ്ഞാലെങ്കിലും അല്ലെങ്കിൽ ഒരു 440 രൂപ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും റെക്കഗ്നേഷൻ നടത്തുക. വളരെ ഭംഗിയായിട്ട് പടുത്ത് കണ്ടൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു എറണാകുളത്ത് പ്രീതി മേഡവും ഷാജി സാറിന്റെ ടീമിൽ അവിടെ ഹോം മീറ്റിംഗ് നടന്ന സമയത്ത് ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ കണ്ടിരുന്നു 2-3 മാസം മുന്നേ. അത് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു ഫോട്ടോ ആണ്. അവിടെ അവരുടെ കൂടെ ഒരു 440 രൂപ വാങ്ങിയ അല്ലെങ്കിൽ ഫാമിലി ബോണസ് വാങ്ങിയ ആളുകളൊക്കെ ആ ചെറിയ മീറ്റിങ്ങിനുള്ളിൽ അവരെന്ത് ചെയ്തു? ആദരിക്കുന്നു.
നമ്മൾ അതേപോലെ എന്ത് ചെയ്യുക, നമ്മളും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. മെഷറിങ് ഔട്ട് സിറ്റി സക്സസ്. ഓരോ സിറ്റിയിലുള്ള എത്രത്തോളം ആളുകൾ ഉണ്ടെന്ന് അവരുടെ ആക്റ്റീവായ ലീഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. അവരുടെ മാസം എത്ര സെയിൽസ് വോളിയം തീരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കസ്റ്റമർ റിപ്പീറ്റേഷൻ ഉണ്ടാക്കിയെടുക്കുക റീപർച്ചേസിലൂടെ. അതേപോലെ തന്നെ ടീമിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക. ആ ടീമിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. ലീഡർഷിപ്പിന്റെ ഡെപ്തിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ 4 കാര്യങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീം ബിൽഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് സെലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നല്ല പോപ്പുലേഷനുള്ള ഗ്രോത്ത് ഉള്ള നീഡുള്ള ആളുകളുള്ള ഏരിയ പിടിക്കുക. നെറ്റ്വർക്ക് കണക്ഷൻസ് അവൈലബിൾ. എവിടെയാണോ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ളത് ആ ഏരിയ ആദ്യം നോക്കുന്നതായിരിക്കും നല്ലത്. ഐഡന്റിഫൈ ലോക്കൽ ലീഡേഴ്സ്. വൺ സ്ട്രോങ് ലോക്കൽ ലീഡർ ഒരു ടൗണിൽ കിട്ടണം നമുക്ക്. അത് ഒരാഴ്ച അവിടെ മെനക്കെട്ട് കഴിഞ്ഞാലും ഒരാളെ കിട്ടിയാൽ മതി. ആ ഒരാളിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സമ്മൺ വിത്ത് ഇൻഫ്ലുവൻസ്, ഹങ്കർ ആൻഡ് കമ്മിറ്റ്മെന്റ്. സാമ്പത്തികമായിട്ട് ബാധ്യതയുള്ള, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വത്തിന് ദാഹമുള്ള മനുഷ്യൻ, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യൻ, കമ്മിറ്റ്മെന്റ് ഉള്ള മനുഷ്യൻ, ഇങ്ങനെയുള്ള ആളുകളെ തേടി പോവുക. അല്ലാണ്ട് ഒരു പണിക്കും പോകാതെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഐഡിയ അടിച്ചിട്ട് അവരെ കൊണ്ട് ടീം ബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് ലോക്കൽ കൾച്ചർ. ആ നാടിന്റെ കൾച്ചർ അറിയാവുന്ന ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റണം. ആ നാട്ടിലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. വില്ലിംഗ് ടു ടേക്ക് ഓണർഷിപ്പ്. ഈ ബിസിനസിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ചുമക്കേണ്ടി വരും ആളുകളെ. ഓണർഷിപ്പ് എടുക്കുന്ന ആളുകളെ ആ ടൗണിൽ കണ്ടെത്തുക. അവിടെ ബിൽഡ് ലീഡേഴ്സ് നോട്ട് ഫോളോവേഴ്സ്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ ലീഡേഴ്സിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഫോളോവേഴ്സിനല്ല. നമുക്ക് അണികളെ കിട്ടിയിട്ട് കാര്യമില്ല. അണികൾ ഇപ്പൊ സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. നേതാക്കന്മാരായി വരുന്ന ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ സമയത്ത് മാത്രമേ നമുക്ക് സക്സസിലേക്ക് പോകാൻ പറ്റൂ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ കൊടുത്തേക്കണം. അവർക്ക് പ്രതീക്ഷ കൊടുത്തേക്കണം. നമ്മൾ തന്നെ പറയും, ബൂസ്റ്റർ വന്നത് അതിനാണെങ്കിൽ 9,800 രൂപ 13,500 കൊടുക്കണം. പല പൊട്ടന്മാരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഈ ഒരു ബൂസ്റ്റർ പ്ലാൻ വന്നപ്പോൾ. പക്ഷെ മറ്റുള്ള പലരും എന്താ പറഞ്ഞോ, അടിപൊളിയാണ്, 13,500 കൊടുത്തു കഴിഞ്ഞാൽ 9,800 പ്രൊഡക്റ്റും കിട്ടും, 9,000 രൂപക്ക് മിനിമം വിൽക്കാൻ പറ്റുന്ന അൾട്രാവറി ജ്യൂസും കിട്ടും, ഒരു ഹോം മീറ്റിംഗ് വെച്ച് ഞാൻ വിറ്റതിൽ എന്ന് പറയാനുള്ള തന്റെ ഇടമെങ്കിലും നിങ്ങൾ കാണിക്കണം. അപ്പോഴാണ് കൂടെ വന്ന ഒരാൾക്ക് ക്രൈറ്റീരിയ ഫുൾഫിൽ 6,500 കിട്ടും. ഇല്ലെങ്കിൽ ഈ 9,800 16,500 ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാവി കിട്ടുന്ന ബൂസ്റ്റർ ബോണസ് പോലും ഇല്ലാണ്ടായിരിക്കും. ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. ക്ലിയർ എക്സ്പെക്ടേഷൻ കൊടുക്കുക, പ്രതീക്ഷ കൊടുക്കുക. വീക്കിലി വിളിക്കണം അവരെ, മന്ത്ലി റിവ്യൂ മീറ്റിംഗ് നടത്തണം, ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ആവശ്യമുള്ള ആളുകൾ എടുത്ത്. കമ്മ്യൂണിക്കേഷനൊക്കെ സുരേഷ് സാർ ഇഷ്ടം പോലെ ക്ലാസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. റെക്കഗ്നേഷൻ, മോട്ടിവേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഇങ്ങനെ വന്ന ആളുകളെ ട്രെയിൻ ചെയ്ത് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം. അവർക്ക് പ്രൊഡക്റ്റ് നോളജ് കൊടുക്കണം, അവർക്ക് ബിസിനസ് പ്രസന്റേഷൻ സ്കില്ല് അവരെ പഠിപ്പിക്കണം, ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം, കസ്റ്റമറെ നിലനിർത്താൻ പഠിപ്പിക്കണം, ഡ്യൂപ്ലിക്കേഷൻ ട്രെയിനിങ് കൊടുക്കണം. ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്തതാണ് നമ്മളൊക്കെ പ്രശ്നം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആവണമെങ്കിൽ അവരെ ലീഡേഴ്സ് ആക്കി മാറ്റണം, അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം കൊടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഔട്ട് സിറ്റി ഗ്രോത്ത് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് ടെക്നോളജി എന്ന് പറയാം. നമ്മൾ ഇന്ന് ടെക്നോളജിന്റെ ഭാഗമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടെക്നോളജി ഉപയോഗിച്ച് കൊണ്ടുപോകണം. പുറത്തുള്ള സിറ്റികളിൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ. കുറച്ചും കൂടി നിങ്ങൾ വലുതാകുന്ന സമയത്ത് ഈ ഔട്ട് സിറ്റി എന്ന് പറയുന്നത് ജില്ലകൾ മാറി സംസ്ഥാനങ്ങളായിട്ട് മാറണം. ചെറിയ കാഴ്ചപ്പാട് ഇതിനെ കാണാതെ ഇന്ന് കേരളത്തിലാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടെക്നോളജി അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് സൂമിൽ സംസാരിക്കാനെങ്കിൽ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് ചോദിച്ചത്, എത്ര പേര് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, എത്ര പേര് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. ഒരിക്കലും സൂം നിങ്ങളോട് ചോദ്യം ചോദിക്കൂല. നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്ക്. ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ലോക്കല്ലേ. ഇതേപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് സംസാരിക്കാതിരുന്നാൽ മതി. നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് കൂടും. നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് കൂടുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാണുമ്പോൾ നിങ്ങളെ കൂടെ വന്ന ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്കൊരു ലീഡർ ഉണ്ട് എന്ന് അവർ വിശ്വസിച്ച് തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഈ സൂമൊക്കെ. എല്ലാം രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ട് വീണ്ടും വീണ്ടും വിദ്യാർത്ഥികളായി മാറാതെ ലീഡർഷിപ്പിലേക്ക് വരിക. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവരെ മോഷ്ടിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാലം ജീവിച്ചത്
WOT ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ വാട്ട് അതേഴ്സ് തിങ്ക്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ജീവിച്ചതാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്നെ കുറിച്ച് ഞാൻ എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ്. സോ ലോങ് ആസ് യു ഹാവ് യുവർ ഐസ് ഓൺ ദ ഗോൾ, നിങ്ങൾ ഒരു ലക്ഷ്യത്തിലാണെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുമുള്ള ഒരു തടസ്സവും കാണില്ല. നിങ്ങൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയം മുതൽ തടസ്സം മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു ലക്ഷ്യത്തിലേക്ക് പോകുക. ഇനിയുള്ള ജീവിതമെങ്കിലും മേക്ക് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, ഇനിയുള്ള ജീവിതമെങ്കിലും ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ആക്കി മാറ്റാൻ നോക്കുക. കാരണം ഇത്രയും കാലം ജീവിച്ചില്ലേ, ആ ജീവിച്ചതുപോലെ സ്ട്രഗിളിലൂടെ പോകണോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറണോ എന്ന് എന്ത് ചെയ്യുക, ഇപ്പൊ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാ ചാലഞ്ചുകളും താൽക്കാലികമാണ്. നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും പെർമനന്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും, ഞാനടക്കം എല്ലാവരും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ആളുകളായതുകൊണ്ടാണ് ബയോട്ടോളത്തിൽ ഐഡിയ ഇരിക്കാനും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്കൊരു നിയോഗമുണ്ട്. നമ്മൾ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു എനർജിയാണ്. ഏതൊരാളോടും നമുക്ക് സംസാരിക്കാൻ പറ്റണം. സംസാരിക്കുക എന്നുള്ള ഒരൊറ്റ കഴിവേ വേണ്ടു ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കലി സാധനം ഒന്നും കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവരുത്. ഇതിൽ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, പല വിദ്യാഭ്യാസ ഉള്ള ആളുകളുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനെ കുറിച്ച് മനസ്സിലാക്കുക, ഞാൻ എന്തിനു ചെയ്യുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ മാർക്കറ്റിലേക്ക് പോകാൻ. അത് എങ്ങനെ ചെയ്യണമെന്ന് ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈൻ ലീഡറുമായിട്ട് ഇരുന്നിട്ട് ചോദിക്കുക. ഹൗ ഐ ക്യാൻ സക്സീഡ്, എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കണമെങ്കിൽ ഞാൻ എന്തിന് ഇത് ഏറ്റെടുത്തു എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് കടങ്ങൾ ഉണ്ടാവാം, നമുക്ക് വേറെ ബാധ്യതകൾ ഉണ്ടാവാം, നമുക്ക് വളർന്നു വരുന്ന മക്കളുണ്ടാവാം, വീട്ടിൽ 4-5 പേര് ഒരുമിച്ചായി താമസിക്കുന്നുണ്ടാവാം, സ്വന്തമായിട്ട് വീട് വെക്കണമെങ്കിൽ സ്ഥലം വാങ്ങണം. അങ്ങനെയുള്ള പർപ്പസ് എടുക്കുക. നിങ്ങൾ ലോകം നന്നാക്കാനൊന്നും പോണ്ട. നമ്മുടെ ലൈഫിലുള്ള നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യം നിങ്ങളുടെ ഗോളായി നിങ്ങളുടെ അപ്ലൈ ലീഡറുമായിട്ട് ഇരുന്ന് സെറ്റ് ചെയ്യുക. എത്ര വർഷം കൊണ്ട് എനിക്ക് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റും? ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അദ്ദേഹം അതിന് കറക്റ്റായിട്ട് പ്ലാൻ പറഞ്ഞു തരും. നിങ്ങൾ ഒരു ദിവസം ഇത്ര ആൾക്കാരെ കണ്ടാൽ മതി, ഇത്ര മാസം കൊണ്ട് ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എഴുതി കുറിക്കപ്പെട്ട പ്ലാനുമായി നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ തേടി എന്ത് ചെയ്യും, ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ അഫർമേഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഐ അട്രാക്ട് റൈറ്റ് പീപ്പിൾ, റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു, നല്ല വ്യക്തികളെയും നല്ല വിഭവങ്ങളെയും നല്ല അവസരങ്ങളെയും ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഒരു അഫർമേഷൻ എടുത്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉണരാനും ഉറങ്ങുന്നതിന് മുന്നേ അത് പ്രാർത്ഥിച്ച് കിടക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഇന്നു മുതൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു വെരി മച്ച്. സർ, താങ്ക് യു മിനിസ്റ്റർ, വെരി ഗുഡ് പ്രസന്റേഷൻ. ഒരുപാട് നോളജ്, ഒത്തിരി മോട്ടിവേഷൻ, ഒരുപാട് കോൺഫിഡൻസ് എല്ലാം ഇവിടെ പങ്കെടുത്ത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ് നമ്മൾ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മുടെ കമ്പനി നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ സാധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സാർ. ഇനി നമ്മുടെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നമ്മുടെ യുനെസ് സാറിന്റെ കൂടെയാണ്. വളരെയധികം മോട്ടിവേറ്ററും കോൺഫിഡൻസും തരുന്ന ഒരു സാറാണ്. ഞങ്ങളുടെ ടീമിലെ എല്ലാവരും നല്ല രീതിയിലാണ് സന്തോഷത്തോടെ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സാറിന് ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും പ്രത്യേകം ഞാൻ ആശംസിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഗ്രേറ്റ് മെന്ററും മോട്ടിവേറ്ററും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മനോജ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഈ ക്ലോസിംഗ് സെക്ഷനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഗീത മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിനീഷ് സാറാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചത്. ടീം ബിൽഡിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ചാണ്, എങ്ങനെ നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി സംസാരിച്ചത്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഒറ്റക്കൊരാൾക്കും ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ പറ്റില്ല, നമ്മുടെ ടീമിന്റെ കഴിവുകൊണ്ടാണ്. അപ്പൊ നല്ല ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിയിട്ടില്ല, 1 വർഷമായി 1.5 വർഷമായി 2 വർഷമായി ഞാൻ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിയില്ല നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിനെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കുക.
നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ, അതിൽ എത്ര പേര് ആക്റ്റീവ് ഉണ്ട്, എത്ര പേര് ഫുൾ ടൈം ഉണ്ട്, എത്ര പേര് പാർട്ട് ടൈം ഉണ്ട്, എത്ര പേര് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര പേർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, എത്ര പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ വിജയത്തിന്റെ തോത് അളക്കേണ്ടത്. അതുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ 1 year 1 CR എന്ന് പറഞ്ഞ് തുടങ്ങിയാണെങ്കിൽ ഇപ്പൊ 162 കോടിയിലേക്കാണ് ഇപ്പൊ എത്തിയത്. ഇനി അതിൽക്കും മേലെ വരാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൽക്കും മേലെ വേറെ ഇൻകം വരാൻ വേണ്ടി പോവാണ്, ലെവൽ ഇൻകം വേറെ വരാൻ വേണ്ടി പോവാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ അവസരം കിട്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് വേണ്ടത്ര വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് മിനീഷ് സാർ ഇവിടെ സംസാരിച്ചത്. ബിഗ് കൺഗ്രാജുലേഷൻ മിനീഷ് സാർ. എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള. ഞാൻ പറയാറുണ്ട് എപ്പോഴും അല്ലെ, ഓരോ ദിവസവും ഓരോ പുനർജന്മങ്ങളാണ്. ഇന്നലെ രാത്രി നമ്മൾ ചത്ത പോലെ പോയി കിടന്നതാണ് അല്ലെ, ഒന്നും അറിഞ്ഞില്ല അല്ലെ, എന്തൊക്കെ രാത്രി നടന്നൊന്നും അറിയില്ല, നേരം വെളുക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഓരോ പുനർജന്മങ്ങളാണ്. ഓരോ പുനർജന്മത്തിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് മുതലേ നിങ്ങൾ തുടങ്ങും. ഞാൻ എപ്പോഴും അതാണ് പറയും, ഇന്ന് മുതലെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതിനു വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ ഇത്രയും രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്ന വേറൊരു അവസരം വേറെയില്ല. വേറെ പല മോഹന വാഗ്ദാനങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പലരും വരും. അതിലൊന്നും കുടുങ്ങാതെ നമ്മൾ ബയോട്ടോറിയം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ സക്സസ് ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. അന്ന് സ്റ്റാർട്ട് ചെയ്ത പല കമ്പനികളും ഇന്നില്ല. എന്നെ തേടി തന്നെ ഒത്തിരി കമ്പനിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ കമ്പനികൾ അഡ്രസ് പോലും കേൾക്കാനില്ല. ഇത്തരത്തിലെ ആളുകളെ ലക്ഷങ്ങളും കോടികളും അടിച്ചു മാറ്റി ഇവിടുന്ന് പോയ കമ്പനികളുണ്ട്, അല്ലാത്ത കമ്പനികളുണ്ട്. അതൊക്കെ അടച്ചു പൂട്ടിപ്പോയിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. നമ്മൾ അന്നും ഇന്നും എന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം. ഇതിനേക്കാൾ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്ന ഒരു മേഖലയും ഇന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വേറെ എവിടത്തേക്ക് നിങ്ങൾ മനസ്സ് കൊടുത്താലും നമ്മളെ പോലുള്ള സാധാരണക്കാരനെ വിജയിക്കാൻ പറ്റുന്ന വേറൊരു അവസരമില്ല ബയോട്ടോറിയം ഒഴികെ. ഉറപ്പിച്ചു ആവർത്തിച്ചും പറയുന്നു, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ കൂടുതൽ ആളുകളെ കാണാൻ പോവുക, ആളുകളായിട്ട് സംവദിക്കുക, അവർക്ക് ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈം ഉപയോഗിക്കുന്നവന് മാത്രമേ വിജയിക്കാൻ പറ്റൂ. സമയം വെറുതെ പാഴാക്കുകയാണ് ആളുകൾ. അതെ, നാളത്തേക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിജയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നാളെ പോവാം, ഇന്ന് ഭയങ്കര ചൂട്, മടി ഇല്ലേ, ഇനിയിപ്പോ ഇലക്ഷൻ ആയില്ലേ, ഇത് ഓരോ കാരണങ്ങൾ കണ്ടെത്തുക. ഇപ്പൊ ഈസ്റ്റർ ഒക്കെ അടുത്തില്ലേ, ഈസ്റ്റർ ഒക്കെ കഴിയട്ടെ, ഈസ്റ്റർ കഴിയുമ്പോഴേക്കിനി വിഷു വരും ഇല്ലേ, വിഷു കഴിയുമ്പോഴേക്കിനി എന്താവും, ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ, പിന്നെ സ്കൂൾ തുറക്കാനാവും ഇല്ലേ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നീട്ടി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കുറച്ച് ആളുകളെങ്കിൽ ആളുകൾ മതി, 5 പേരെങ്കിൽ 5 പേര്, ഈ 5 പേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ തൊട്ടപ്ലൈ ലീഡേഴ്സ് ആയിട്ട് ഇരുന്നു കൊണ്ട് അല്ലെ, ചെറിയ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പൊ മിനിമയോടൊക്കെ കുറെ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മയിലുകാവിലുണ്ട്, പുതുപ്പള്ളിയിലുണ്ട്, അങ്ങനെ 3-4 സെന്റർ അവർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് ഒരു 4-5 സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ചെറിയ വാടകയൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഇരുത്തിക്കൊണ്ട് അവരെ ഐഡിയ അടിക്കാൻ പഠിപ്പിക്കുക, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പഠിപ്പിക്കുക, 1 to 1 പറയാൻ പഠിപ്പിക്കുക, ഡെമോ കാണിക്കാൻ പഠിപ്പിക്കുക, അവർക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് നടക്കില്ല. ഇവിടെ നമ്മൾ ഒരു 5 വർഷത്തെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. എത്രയോ വർഷം പണിതിട്ട് നമുക്ക് കിട്ടാത്ത ഒരു വരുമാനം, ഹ്യൂജ് ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ടീമാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ടീമിനെ നിലനിർത്തുന്നതും ടീമിനെ നശിപ്പിക്കുന്നതും നമ്മുടെ സംസാരമാണ്. ഇതാണ് നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ മിത്രവും ആരാണ്? നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമില്ല, പുറത്തൊരാളും ഇല്ല. കേട്ടില്ലേ? ഇല്ല, ഈ എല്ലില്ലാത്ത നാക്കുകൊണ്ട് എന്തും പറയാന്ന് തോന്നിയവാസം പറയാ, അത് പറയാ, ഇത് പറയാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ടീമിലേക്ക് നെഗറ്റീവ് പാസ് ചെയ്തുകൊണ്ടാണ് പലർക്കും ടീം ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ സംസാരം വളരെ സൂക്ഷിച്ചു വേണം ഒരാളോട് സംസാരിക്കുമ്പോൾ. അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സംസാരമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്, വേറൊന്നും നമുക്ക് ഇവിടെ കൊടുക്കാനും വാങ്ങാനൊന്നും ഇല്ല അല്ലെ. സ്നേഹം പ്രകടിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെ, അവരുടെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വിജയിക്കുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാത്ത ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, നമ്മളെപ്പോഴും പറയാണ്ട് കുരങ്ങന്റെ മനസ്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചവർക്ക് ഒരു ഇൻഡസ്ട്രിയിലും വിജയിക്കാം, ലൈഫിൽ തന്നെ വിജയിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കുക, ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഇന്നലെ കോഴിക്കോട്ടൊക്കെ ഭയങ്കര ആളുകളായിരുന്നു. ഈ ചൂടിനകത്ത് നല്ല ആളുകൾ അവിടെ വന്നു എന്നുള്ളതാണ്.
നല്ല ക്രൗഡ് ഉണ്ടായിരുന്നില്ല അവിടെ. അതുപോലെ ഓരോ സെന്ററുകളും ഇനി വളരെ സജീവമാകാൻ വേണ്ടി പോവാണ്. അടുത്ത മാസത്തോടു കൂടി ഒത്തിരി ഒത്തിരി റീപർച്ചേസ് പ്രൊഡക്റ്റുകൾ വരാൻ വേണ്ടി പോവാണ്. ഇന്നലെ രാത്രി സാഗർ ജോഷി സാറായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു. സാർ എന്തായാലും കേരളം വിസിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഉണ്ടാവും. ഏപ്രിൽ മെയ് മാസത്തോടുകൂടി അദ്ദേഹം കേരളം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സാറ് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഇല്ല എൻട്രി വേണ്ടെന്നാ പറഞ്ഞു സാറ്. എല്ലാവരെയും വിളിക്കണ്ട, ഒരു വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്തിട്ട് മാത്രം മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും സാറ് വരുന്നതോടുകൂടി വലിയൊരു വൈബ് ഉണ്ടാവും. ഏപ്രിലോട് കൂടിയിട്ട് നിരവധി പ്രൊഡക്റ്റുകൾ റീപർച്ചേസിലൂടെ വരും. ഇപ്പൊ റീപർച്ചേസിലൂടെ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സ്ഥിര വരുമാനം ഇല്ല. കാരണം ബിസിനസ് കയറുന്നതിനനുസരിച്ച് മാത്രമേ ഉണ്ടാകുക. ഒരു 100 പേരുടെ ടീം, അതാ ഞാൻ എപ്പോഴും പറയുന്നത്, 100 days 100 team. 100 ദിവസം കൊണ്ട് ഒരു 100 പേരുടെ ടീമിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് 10 പേരെ കൊണ്ടുവരും ആദ്യം, അല്ലെങ്കിൽ 5 പേരെ കൊണ്ടുവരും. അവരിലൂടെ അല്ലേ മെല്ലെ 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 ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ മാസവും 1,00,000-ലധികം രൂപ റെഗുലർ വരുമാനം, ഒരു ജോലിക്ക് പോകുന്നത് പോലെ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് റെഗുലർ വരുമാനം വരുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 4,800 പാക്കേജ് ആയാലും ശരി, 9,800 പാക്കേജ് ആയാലും ശരി, 5,200 പാക്കേജ് ആയാലും ശരി, 13,500 പാക്കേജ് ആയാലും ശരി, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ടീമിൽ ജീനിയസിലും വിന്നറിലും ഒരു 100 പേരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അവര് പല ഉൽപ്പന്നങ്ങളും നമ്മളെ ജീവക്തറൊക്കെ ഇപ്പൊ വരുവാണല്ലോ, മൃതസഞ്ജീവിനിയാണ്. മനസ്സിലായ? മൃതസഞ്ജീവിനിക്ക് തുല്യമാണ് സീബക്ത്രോൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് അടുത്ത ദിവസം ലോഞ്ച് ചെയ്യാണ്. അതൊക്കെ നമുക്ക് ചൂടപ്പം പോലെ വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കും, നെയ്യ് വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ വരുന്ന ഉൽപ്പന്നങ്ങൾ ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് അല്ലെ, പേസ്റ്റ്, സോപ്പ്, ഷാമ്പു, ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഈ സിസ്റ്റത്തിലൂടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് ഇൻകം നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ കാലശേഷവും നോമയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു സിസ്റ്റം, ഒരു സംവിധാനം ബയോട്ടോറിയത്തിലുണ്ട്. എന്റെ സുഹൃത്തുക്കൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ടീമിനെ ക്രിയേറ്റ്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നമ്പർ ഓഫ് മെമ്പേഴ്സ് ബോത്ത് സൈഡിലും നിങ്ങളുടെ നമ്പേഴ്സ് കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ സാധിക്കും നമുക്ക് ഒരു നല്ലൊരു ലക്ഷ്യത്തോടു കൂടി ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ മാസം ഞാൻ ഇത്ര രൂപ വാങ്ങും, ഇത്ര ടീം മെമ്പേഴ്സിനെ ഞാൻ എത്തിക്കും. അതാണ് പൈസ വാങ്ങുന്നതോടൊപ്പം എന്റെ ടീമിൽ ഇത്ര പേര് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. വന്ന ആളുകളെ ലീഡേഴ്സ് ആക്കി മാറ്റുക, അതിനുള്ള ട്രെയിനിങ് സെക്ഷനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. വന്ന ആളുകളെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ടീമിൽ ലെഫ്റ്റിലും 5 പേര്, റൈറ്റിലും 5 പേരും ആക്റ്റീവായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻകം, പാസീവ് ഇൻകത്തിലേക്ക് മെല്ലെ മെല്ലെ കടക്കാൻ പറ്റും. അതിനെ 10 മാറ്റാം, 100 മാറ്റാം. ഇപ്പൊ 100 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 പേർക്കും ഓരോ 1,00,000 രൂപ വരുമാനം കിട്ടിയാൽ നിങ്ങളുടെ വരുമാനം 1 കോടി രൂപയാവും. ഒരു സംശയവും വേണ്ട. മനസ്സിലായ? അത് റെഗുലർ ആയിട്ട് 100 പേരും പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് 1,00,000 മുതൽ 2,00,000 മുതൽ 3,00,000 വരെ റെഗുലർ ആയിട്ട് ഇൻകം കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഇത്ര പറയാനുള്ള ഞാൻ നിർത്തുകയാണ്. ഒരു 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷ്യമായിരിക്കണം. നിങ്ങൾ ഡയറി എടുത്തിട്ട് നിങ്ങളെ ജീനിയസിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വിന്നേഴ്സ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 100 പേരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. 30-ാം തീയതി തിങ്കളാഴ്ച തൃശ്ശൂർ NDOP ആണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് NDOP മസ്റ്റ് ആണ്. POP പങ്കെടുത്താൽ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആരോട് പറയണം, എന്തൊക്കെ പറയണം, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അവിടെ ദൂരീകരിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ ഇരുന്ന് കൊണ്ട് നമ്മളൊരു ട്രെയിനിങ് അല്ലെ, ആ ട്രെയിനിങ്ങിലൂടെ NDOP-യിലൂടെയാണ് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. എല്ലാ ഭാഗങ്ങളിലും ഓരോ പ്രദേശങ്ങളും നമ്മൾ NDOP കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരുണ്ടായിരുന്നു, കോട്ടയത്ത് ഉണ്ടായിരുന്നു, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്, കോഴിക്കോട് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ എല്ലാ പ്രദേശങ്ങളും ആ പ്രോഗ്രാമിലൊക്കെ വരിക, ഇതിന്റെ ഭാഗമായിട്ട് മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുക. ഇതുമായിട്ട് നമ്മൾ ലയിച്ചു കയറി എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൻ്റെ പങ്കെടുക്കുക, പഠിക്കാൻ തയ്യാറാകുക, നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, വന്ന ആളുകളെ ചേർത്ത് പിടിക്കുക, അവർക്ക് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അവർക്ക് ബഹുമാനവും ആദരവും കൊടുത്താൽ മാത്രമേ അവർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അവരെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കണം, ആദരിക്കണം. ആരെയും നിസ്സാരക്കാരായിട്ട് നമ്മൾ കാണാൻ പാടില്ല. എല്ലാവരുടെ ഉള്ളിലും അപാരമായ കഴിവുണ്ട്. എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാം അവതരിപ്പിച്ച മിനീഷ് സാറിനും ടീമിനും പ്രത്യേകം അഭിനന്ദനങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇവാട്ടോറി. താങ്ക് യു മനീഷ്.